ഇവരുടെ പേര് ദിവ്യ. ഈ വീട്ടിലെ മരുമകൾ, ഹരീഷിന്റെ സ്നേഹനിധിയായ ഭാര്യ, 3 മക്കളുടെ അമ്മ. ഇദ്ദേഹമാണ് ഈ വീട്ടിലെ കുലഗുരു. കർണാടകയ്ക്കും മഹാരാഷ്ട്രയ്ക്കും മധ്യയുള്ള ശ്രീഹുള്ളി ജന്തി ക്ഷേത്രത്തിലെ സ്വാമി ശ്രീ മാലിംഗരായ മഹാരായ. ഇദ്ദേഹമാണ് ഈ വീട്ടിലെ കാരണവർ, രാജേന്ദ്രപ്പൻ. മക്കളുടെ ചെറുപ്പത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി. മക്കൾക്ക് വേണ്ടി ഇദ്ദേഹം ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇദ്ദേഹമാണ് ഈ വീട്ടിലെ എല്ലാം. കാപ്പി കുടിക്കൂ. സ്വാമി, വരണം വരണം. ദൈവത്തിന്റെ മറ്റൊരു രൂപം. ഇരുന്നാലും സ്വാമി, ഒന്നും പറയാതെ വന്നിരിക്കുകയാണല്ലോ. എന്റെ വീട്ടിലേക്ക് കയറി വരാൻ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. എന്താ കഴിക്കാൻ വേണ്ടേ? പാല്, പഴം? ഒന്നും വേണ്ട. അങ്ങയെ കണ്ടപ്പോൾ തന്നെ എന്റെ മനസ്സും വയറും നിറഞ്ഞു. എല്ലാവർക്കും സുഖമല്ലേ? നന്നായിരിക്കുന്നു സ്വാമി. ഞങ്ങൾക്ക് ഒരു കുറച്ചിലുമില്ല നിങ്ങളുള്ളത് കൊണ്ട്. പുറമേ സന്തോഷം ഭാവിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ എന്തോ ഒരു വിഷമം കാണുന്നുണ്ടല്ലോ രാജേന്ദ്രപ്പ. അതെ സ്വാമി, എല്ലാം ഉണ്ടായിട്ടും മനസമാധാനം മാത്രമില്ല. അതിന്റെ കാരണം എന്താണെന്നറിയില്ല. ഇതുവരെ നിങ്ങളെ കൈപിടിച്ചുയർത്തിയ ആ ശക്തിയെ മറന്നുള്ള ഇപ്പോഴത്തെ ജീവിതത്തിൽ സമാധാനം നിങ്ങൾക്ക് എങ്ങനെ കിട്ടാനാണ്? എന്ത് ശക്തിയാണ് സ്വാമി? ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് തെളിച്ചു പറയൂ സ്വാമി. മനുഷ്യൻ ആവശ്യത്തിൽ കൂടുതൽ സ്വത്തും പണവും കയ്യിൽ വന്നാൽ ഇതൊക്കെ മറക്കുന്നത് സാധാരണയാണ്. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് എത്ര നാളായി? ഞാൻ ചെറുപ്രായത്തിൽ പോയതായിരുന്നു സ്വാമി. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അങ്ങേക്ക് അങ്ങോട്ട് പോകണമെന്ന് തോന്നിയിട്ടില്ലേ? അങ്ങനെയൊന്നുമില്ല സ്വാമി. എന്തെന്നാൽ അയ്യോ, എന്തു പറ്റി? ഇതാ, ഈ വെള്ളം ഒന്ന് കുടിച്ചു നോക്കൂ, ശരിയാവുമെന്ന്. അയ്യോ, വെള്ളം തീർന്നു പോയല്ലോ. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. അച്ഛാ, 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 അമ്മേ, അച്ഛാ, അമ്മേ, 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 അച്ഛാ, അമ്മേ. അച്ഛാ, അമ്മേ, അച്ഛാ, അമ്മ.
അച്ഛ അമ്മേ മോനെ വാ. അതെല്ലാം കാലത്തിന്റെ തീരുമാനമാണ്. അദ്ദേഹത്തിന് ആയുസ് അത്രയേ ഉള്ളൂ. മൃത്യുഞ്ജയന്റെ സന്നിധിയിൽ വെച്ച് കൈലാസം പ്രാപിക്കണമെന്ന് വിധിച്ചിട്ടുണ്ടാകും. അതെല്ലാം ഇപ്പോഴും മനസ്സിൽ വെച്ചോണ്ട് കുലദൈവത്തെ തൊഴാൻ പോകാതിരിക്കരുത്. പെട്ടെന്ന് അങ്ങോട്ട് പോകൂ, എല്ലാം ശരിയാകും. ശരി സ്വാമി. അവിടെ പോവാൻ എപ്പോഴാണ് നല്ലതെന്ന് നിങ്ങൾ തന്നെ പറ സ്വാമി. അവിടെ ഏത് സമയത്ത് പോയാലും നല്ലതാണ്. ക്ഷേത്ര ദർശനത്തിന് നല്ല സമയവും ചീത്ത സമയവും ഒന്നും നോക്കണ്ട. നാളെ ശിവരാത്രി കഴിഞ്ഞ് 13-ാം നാളാണ്, ഏകാദശി, ശുഭദിനമാണ്. കുടുംബത്തോടെ പോയിട്ട് വരൂ. നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാ സ്വാമി. ദിവ്യ, ഈ വീട്ടിലെ മരുമകളാ. ഓ, നന്നായി വരട്ടെ. ദീർഘസുമംഗലി ഭവ. ഇനി ഒന്നും പേടിക്കണം. അങ്ങനെ ആവട്ടെ സ്വാമി. അതേ, എണീക്കുന്നില്ലേ? കാപ്പി റെഡിയാ. എണീക്കാൻ. ഇത് രാജേന്ദ്രപ്പന്റെ മകൻ ഹരീഷ്, അതായത് ദിവ്യയുടെ ഭർത്താവ്. കവിയാണ്. കവിത എഴുത്തും പുസ്തക വായനയും ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഇടയ്ക്ക് അത് ചൊല്ലി കേൾപ്പിക്കാറുമുണ്ട്. സ്വർണം പോലെ ജ്വലിക്കുന്ന ഈ നിന്റെ നിറത്തിൽ ആ സൂര്യന്റെ രശ്മികളേറ്റ് അല്പമെങ്കിലും ഇരുളിമ പടർന്നാൽ ആ സൂര്യനെ തന്നെ വിളിച്ചു വരുത്തി മങ്ങിപ്പോയ നിന്റെ അഴകിനെ ഞാൻ 100 ഇരട്ടിയായി ജ്വലിപ്പിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് വന്നേ. വാ. കൊഞ്ചല്ലേ? അമ്മാവൻ അവിടെ സ്വാമികളോട് ഏതോ ക്ഷേത്രത്തിൽ പോകുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഒന്ന് ചോദിച്ചു നോക്ക്. ക്ഷേത്രത്തിലേക്കോ? ഏത് ക്ഷേത്രത്തിലേക്ക്? ആ, എനിക്കറിയില്ല. നിങ്ങൾ വേണമെങ്കിൽ അച്ഛനോട് വന്ന് ചോദിക്ക്. അച്ഛാ, ഗുരുജി വന്നായിരുന്നു? അതെ, നാളെ തന്നെ പോയി നമ്മുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ഒരു പൂജ ചെയ്തിട്ട് വാ. ശരി അച്ഛാ. ആ, ഗുരുജി ഇത് മാറ്റി വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ വെളുപ്പിന് തന്നെ പോവണം. ആ, വണ്ടിക്ക് നീ ഇപ്പൊ തന്നെ പറഞ്ഞേക്ക്. ശരി അച്ഛാ. ഇതാരോടാ? അനിൽ കുംബ്ലെ പോലെ. നമസ്കാരം സാർ. നമസ്കാരം. ഇവനാണ് ഗംഗരാജ്, ടി ഡ്രൈവർ. ഈ വീട്ടിലുള്ളവരെ കുടുംബക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ വന്ന സാരഥി. എന്താ കാര്യം? വണ്ടി എടുത്ത് രാവിലെ തന്നെ വന്ന് വിഷയുന്നേ? രാവിലെ മുതലാളി ഫോൺ വിളിച്ചതാ സാറേ. മുതലാളിയോ? അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞു സാറേ, അതുകൊണ്ടാ ഞാൻ വന്ന. ഓ, ഇത് ഈ വീട്ടിലെ മരുമകനാണ് വിവേക്, രാജേന്ദ്രപ്പന്റെ മൂത്ത മകളെ കല്യാണം കഴിച്ചയാൾ. അവർ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി മരിച്ചുപോയി. അതിനുശേഷം കുഞ്ഞിനെ നോക്കാനായി തന്നേക്കാൾ 15 വയസ്സ് ഇളയവളായ രാജപ്പന്റെ 2ാമത്തെ മകളെ കല്യാണം കഴിച്ചു. അതിൽ ഒരു പെൺകുട്ടിയുണ്ട്. നാട്ടിൽ താനൊരു സിനിമാ സംവിധായകനാണെന്ന് വീമ്പടിച്ച് നടക്കുകയാണ്. പക്ഷേ ഇതുവരെ ഒരു സിനിമ പോലും സംവിധാനം ചെയ്തിട്ടില്ല. ഇത് ഹരീഷിന്റെയും ദിവ്യയുടെയും മൂത്ത മകൾ. പേര് പവിത്ര. വളരെ കുസൃതി നിറഞ്ഞ സ്വഭാവമാണ്. അമ്മേ, ഞാൻ അമ്പലത്തിലേക്ക് വരുന്നില്ല. എന്താടി, എപ്പോഴും എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ നീയാണല്ലോ ആദ്യം റെഡിയാവുന്നത്. ഇന്നെന്താ ഒരുങ്ങാതെ മടിയും പിടിച്ച് കുത്തിയിരിക്കുന്നത്? എനിക്ക് എക്സാം ഉള്ളതല്ലേ അമ്മേ, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ ഇന്ന് ഒരു ദിവസം കൊണ്ട് നീ എന്തു പഠിക്കാനാ? എക്സാം അടുത്ത ആഴ്ചയല്ലേ ഉള്ളത്. പോയി പുറപ്പെട്ടു വാ. വരില്ലാന്ന് പറയരുത്. നമ്മൾ ക്ഷേത്രത്തിലേക്കാ പോകുന്നത്. ക്ഷേത്രത്തിലായാലും ശരി, ദേവലോകത്തിലായാലും ശരി, ഞാൻ വരത്തില്ല. ഓ, നിന്നെ കൊണ്ട് തോറ്റു ഞാൻ. ചേട്ടാ, പെട്ടെന്ന് വാ ചേട്ടാ. നിനക്ക് എന്താടി വേണ്ടേ? ചേട്ടാ, പെട്ടെന്നാവട്ടെ, എനിക്ക് കുളിക്കണം. ടൈം പോയിക്കൊണ്ടിരിക്കുക. വരാവടി, വെയിറ്റ് ചെയ്യേ. ചേട്ടാ, പെട്ടെന്ന് വാ ചേട്ടാ. ഒന്ന് ഓടി. എപ്പോ നോക്കിയാലും ഞാൻ കുളിക്കുമ്പോഴാണ് അവള് വരുന്നത്. അപ്പൊ നീ ഇറങ്ങത്തില്ലല്ലേ?
ഞാനിപ്പോ എന്താ ചെയ്യാൻ ഇവരുടെ പേര് പോകുന്നത്? നിവേദിത, ദിവ്യയുടെയും ഹരീഷിന്റെയും രണ്ടാമത്തെ മകൾ, രോഹിത്തിന്റെ കുഞ്ഞു പെങ്ങൾ. ಯಾಕೋ ಮನ್ಸೆ ಕೈಯಾಗಿಲ್ಲ ಟಿಶ್ಯೂ അല്ല ആളിത് എവിടെ പോയിരിക്കുക? ഡിഷും ഇവനാണ് ദിവ്യയുടെയും ഹരീഷിന്റെയും മൂത്ത പുത്രൻ രോഹിത്. കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ, ഇവൻ ഭയങ്കര ടിക്ടോക്ക് ലവറാണ്. എന്റെ നടു നന്നായിട്ട് കിട്ടിയല്ലേ? അപ്പൊ ഇത് നിന്റെ പണിയായിരുന്നല്ലേ? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കടി അമ്മച്ചി. ഇവളുടെ പേര് ബിന്ദു, വിവേകിന്റെ രണ്ടാമത്തെ മകൾ. ഇവൾക്ക് സംഗീതം എന്നാൽ ജീവനാണ്. അല്ല സാറേ, നമുക്ക് ആ വഴി പോയാൽ അത് ഇച്ചിരി ലോങ് ആയിരിക്കും. മോളെ ബിന്ദു, അതൊക്കെ ഒന്ന് എടുത്ത് പിന്നിലേക്ക് വെച്ചോ. ശരി. ഇച്ചിരി ഒഴിച്ചു വെച്ചാൽ കുറച്ച് സ്വസ്ഥമായിട്ട് പോകാമായിരുന്നു. ഇവിടുന്ന് അവിടെ ഇത്രയും പോകണ്ടല്ലേ. ഇവന്റെ പേര് അബി, വിവേകിന്റെ ആദ്യ ഭാര്യയിലെ മകൻ, പവിത്രയുടെ ലവർ. ഈ കൈയാണ് ഈ കേരളത്തിന്റെ ശക്തി. ഈ കൈയിലുള്ള 5 വിരലും 5 കോടി ജനങ്ങളുടെ ശക്തി ഒരുമിച്ച് വെച്ച് അടിച്ചാലുണ്ടല്ലോ, ഒരാൾക്കും തിരിച്ചു വരാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. മതി വാടാ. സ്റ്റോമക് ബേണിംഗ്. ബിന്ദു വേണ്ട, വിട്ടേക്ക്. എന്റെ ബാഗ് ഞാൻ എടുത്തോളാം. എന്താ? ഞാൻ വരുന്നൊന്നുമില്ല. ആരും വരാത്തോണ്ടാ? പവിത്ര. ക്ഷേത്രത്തിലായാലും ശരി, ദേവലോകത്തിലായാലും ശരി, ഞാൻ വരത്തില്ല. എന്താടി, അപ്പൊ നീ പോയില്ലേ? നക്ഷത്രം ഇല്ലാതെ ചന്ദ്രനെ മാത്രമായിട്ട് നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതെന്താ? അതങ്ങനെയാ, നീ ഇല്ലാത്തോണ്ട് അഭി വരുന്നില്ല എന്ന്. അഭി വരുന്നില്ലെങ്കിൽ പിന്നെ ഞാനും പോകുന്നില്ല. നമ്മൾ ആരും പോകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മുത്തശ്ശൻ കുഞ്ഞുങ്ങൾക്കില്ലാത്ത സന്തോഷം നമുക്ക് എന്തിനാന്നും പറഞ്ഞിട്ട് ട്രിപ്പ് എന്നതേ ക്യാൻസൽ ചെയ്തു. എന്താ നോക്കുന്നേ? വാ, നമുക്ക് പോകാം. യെസ്. ഈ ആംഗിൾ സൂപ്പർ ആയിട്ടുണ്ട്. ജിമ്മി എടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. വേഗം വന്നേ. ദാ വരുന്ന്. ഇതാണ് വിവേകിന്റെ രണ്ടാം ഭാര്യ സുഷുമ. വാ വാ, ഒന്ന് പെട്ടെന്ന് വാ, കേറേ വാ. താൻ ഇവിടെ തന്നെ ഉണ്ടാവണം. അച്ഛനെ വിട്ടെങ്ങും പോയേക്കല്ലേ. അച്ഛന് സമയത്തിന് ഭക്ഷണം കൊടുക്കണം. വരുന്ന സമയത്തിന് കൊടുക്കാൻ മറക്കരുത്. അഥവാ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, കേട്ടല്ലോ. ഹായ് അബി, ഹൗ ആർ യു? ഐ ആം ഫൈൻ. ഇവനാണ് റോക്ക് സ്റ്റാർ ഡേവിഡ്, അബിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. എന്താ എല്ലാം നന്നായി പോകുന്നടാ. നിനക്ക് കുഴപ്പമൊന്നുമില്ല? എനിക്കൊരു കുഴപ്പമില്ല. താങ്ക്സ്. ഹായ് ഡേവിഡ്. ഹായ്. നിനക്ക് ഈ റോക്ക് സ്റ്റാർ എന്ന പേരിന് പകരം റോക്കറ്റ് സ്റ്റാർ എന്ന പേരായിരുന്നെങ്കിൽ കൂടുതൽ ചേർന്നേനെ. എന്തിനാ അങ്കിൾ? എടാ, നീ വരുന്നതും പോകുന്നതും റോക്കറ്റിനേക്കാൾ സ്പീഡിലല്ലേ? അപ്പോഴും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മൾ പോകുന്നതിന് പുറകിൽ ഡേവിഡ് വരുമോ ഇല്ലയോ എന്ന്. അല്ല, എനിക്കല്ലാതെ ഡൗട്ട്. നിനക്കെന്തിനാ? അല്ല, എന്തിനാന്ന് വെച്ചാലേ റോക്ക് സ്റ്റാറിന്റെ കൂടി സെൽഫി മിസ്സായനെ അളിയാ. ഓ, താങ്ക് യു. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. പാട്ട് പാടിക്കേ ഡേവിഡേ. നിന്നെ പോലെ കഴിവുള്ള ഒരാൾ കൂടെയുള്ളപ്പോ ഒരു പാട്ടെങ്കിലും കേട്ടില്ലല്ലോ. എങ്ങനെയാ? അതെ ഡേവിഡേ,
നമ്മൾ ആ അമ്പലത്തിൽ എത്തുമ്പോഴേക്കും ഏറെക്കുറെ 4-5 മണിക്കൂർ പിടിക്കും. ആ നേരത്ത് നിന്റെ എന്തെങ്കിലും പാട്ട് കേട്ടോണ്ടിരുന്നാ ഞങ്ങക്ക് നേരം പോവും. പാടന്നേ. ആന്റി, ഞാൻ പാടണമെങ്കിലേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഓഹോ, അതെന്ത് കണ്ടീഷനാ? ആന്റിയും അങ്കിളും ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടും. അയ്യോ കൃഷ്ണ. അങ്കിളേ, നിങ്ങൾ പാടുന്നതിനെ കുറിച്ച് ഞങ്ങളോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആന്റി. ഞാൻ അത്ര വലിയ പാട്ടുകാരിയൊന്നല്ല. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പഠിച്ചതാ. കല്യാണം കഴിക്കുന്ന സമയത്തെ ഫോണിൽ കൂടെ ഇങ്ങേർക്ക് ഞാനൊരു പാട്ട് പാടി കൊടുത്തു. ഇപ്പോഴും അത് പറഞ്ഞ ഇങ്ങേര് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കണേ ഇവിടെ കാക്കയോട് ഫ്രണ്ട്ഷിപ്പ് കൂടുന്ന തത്തയ്ക്ക് കാക്കയുടെ സ്വരം എത്രത്തോളം വൃത്തികേടാണെന്ന് മനസ്സിലായാലും നീ കുയിലിനെ പോലെ നന്നായി പാടുന്നുണ്ടെന്ന് അതിനോട് പറയും. അങ്കിളെ, ആന്റി എന്തൊക്കെ പറഞ്ഞാലും നന്നായി പാടും. അങ്കിള് വെറുതെ ആന്റിയുടെ ശബ്ദം മോശമാണെന്ന് എപ്പോഴെപ്പോഴും ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞോണ്ടിരിക്കണ്ട. ആന്റി, നിങ്ങൾ പാടിക്കേ. പാടാനല്ലേ പറഞ്ഞത്? ധൈര്യമായി പാട്. അതെ, പാടുന്നേ. ആരോഗ്യനാവിന്റെ പടി കടന്നെത്തുന്ന പദനിസ്വരം പിന്നെയും പിന്നെയും അമ്മാവാ, ആരോ നിലാവത്ത് വേണൂതുന്ന മൃദുമന്ത്രണം. നന്നായി പാടുന്നുണ്ടല്ലോ. ആ, ഇനി വേറെ ആരെങ്കിലും പാടും. വെറുതെ പുറകിൽ നിന്ന് പറയാതെ വന്ന ആന്റിയോടൊപ്പം ജോയിൻ ചെയ്യേ. അതെ, ഇനി ഞാൻ ഡാൻസ് കളിക്കാം. എല്ലാരും പാട്. അവൾ കളിച്ചോളൂ. എന്നാ തുടങ്ങിക്കോ. കമ്മൽ കൊണ്ടുപോയി എന്റെ അപ്പന്റെ കൊള്ളാലോ. ആ, നീ കുഴപ്പമില്ല, പാടിക്കോ. ചേർന്ന് പാടുന്നേ. ഞാൻ മീശ ഒരിച്ചു കഴിഞ്ഞാലേ മോഹൻലാൽ തോറ്റു പോകും. കലക്കിട്ടോ. എന്റെ കലയ്ക്കൊരു മര്യാദ ഇല്ല. ഗംഗാധര സാർ, വണ്ടി എങ്ങനെ ആ സൈഡിലോട്ട് നിർത്താൻ പറ്റുമോ? രാവിലെ റേഷൻ കട പോയിട്ട് ഒരു ഉപകാരം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെ അങ്ങനെയാന്നേ. ഇപ്പോഴത്തെ കാര്യം വെറും പോക്കാ. നമസ്കാരം. നമസ്കാരം. ഈ മൃത്യുഞ്ജയ ക്ഷേത്രത്തിലേക്ക് എങ്ങനെയാ പോവാ? സർ, ഇവിടെ അടുത്താ. കുറച്ച് മുന്നോട്ട് പോയി ലെഫ്റ്റ് എടുത്താൽ മതി. അവിടെ ഒരു അമ്പലം കാണാം. അവിടുന്ന് നേരെ പോയാ നിങ്ങൾ പറഞ്ഞ ലൊക്കേഷൻ കാണാം. കുറച്ച് മുമ്പോട്ട് പോകുമ്പോ 2 വഴി കാണാം. അവിടുന്ന് വലത്തോട്ട് പോയാൽ മൃത്യുഞ്ജയ ക്ഷേത്രത്തിലെത്തും. വന്ന് കേറാൻ നോക്ക്. വാ, എന്തെങ്കിലും കിട്ടിയാൽ മതി. മൊബൈലായിട്ട് ഇറങ്ങിക്കോളൂ. മിണ്ടാതെ വണ്ടിയിലോട്ട് കയറാ. അമ്പലത്തിൽ പോകണമെന്ന് ഇത്ര ആഗ്രഹം. ആയിക്കോട്ടെ, പോയിട്ട് വാ. ഓക്കെ, ടാറ്റ. ഹലോ അനിയ, മൃത്യുഞ്ജയ അമ്പലത്തിലേക്കൊന്ന് പോവാനാ. നിങ്ങൾക്ക് പോവാല്ലോ. ആരാന്ന് വേണ്ടെന്ന് പറഞ്ഞ? പോവാനുള്ള വഴി പറഞ്ഞതാ മോനെ. കുളത്തിന്റെ വക്കത്ത് നിന്നിട്ടാ വെള്ളം ചോദിക്കുന്ന പോലുള്ള. ചേട്ടാ, നിങ്ങൾ ചോദിച്ചതേ ഈ വഴി തന്നെ ഉള്ളത്. അവിടെ വണ്ടിയൊന്നും പോകത്തില്ലെന്നേ. നിങ്ങളെ നടന്നാണ് പോകേണ്ടത്. ദാ കാണുന്നില്ലേ, അതാണ് അമ്പലം. അല്ല, ഞങ്ങളിവിടെ പുതിയ ആൾക്കാരാണ്. നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്ന് ആ മല കയറാനുള്ള വഴിയൊന്ന് കാണിച്ചിരിക്കുകയാണെങ്കിൽ അത് വലിയ സഹായമാകും. ഏതാ ഈ ജൂനിയർ ആർട്ടിസ്റ്റ്? ശരി, ഒരു കാര്യം ചെയ്യേ. അവൻ കുറെ ദിവസമായിട്ട് മലയ്ക്ക് പോകണമെന്ന് പറഞ്ഞോണ്ടിരുന്ന. നിങ്ങൾ അവനെ വിളിച്ചോണ്ടോ, അവൻ കാണിച്ചു തരും. എടാ മല്ലപ്പാ,
മലയ്ക്ക് പോകുന്നോടാ ഇവരുടെ കൂടെ? ആ ഞാൻ പോവാം. മലയ്ക്ക് പോകുമ്പോഴേ മലയെ കുറിച്ച് അറിയുന്ന ഒരാൾ കൂടെ ഉണ്ടാവുന്നത് ഒരു ധൈര്യമല്ലേ? മനോഹരമായ അതുകൊണ്ടല്ലേ സ്ഥലം. വിളിക്കുന്നത്. നല്ല focus വരൂ. നിങ്ങൾക്കും തൊഴാൻ പറ്റില്ലേ? തൊഴാൻ പറ്റിയാലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിലേ ആ മലയിൽ നല്ല വിറക് കിട്ടും. വേണമെങ്കിൽ അത് വെട്ടാൻ വേണ്ടി ഞാൻ വരാം. വളരെ നല്ല മനസ്സാണ് ചേട്ടാ ഇറങ്ങി, നിങ്ങൾക്ക്. ഇറങ്ങി. ദൈവത്തിനെ തൊഴുന്നതിനും പകരം വിറക് വിട്ടുന്ന അത്ര ഇമ്പോർട്ടന്റ് അല്ലേ? നിക്കാണ്ട് വാ സാറേ, കൊറേ പോകാനുള്ളതാ. എല്ലാരും ഒന്ന് ഉത്സാഹിച്ചേ വാ. എന്തായാലും ഒരു നല്ല വാ, വാ, കാര്യത്തിന് എല്ലാവർക്കും വാ, പോവില്ലേ? പോവാം. പേടിക്കൊന്നും വേണ്ട, എനിക്ക് ഈ കാട്ടു വഴിയൊക്കെ നല്ല പരിചയം. എല്ലാരും ലൈനായിട്ട് ഒന്ന് ഫോട്ടോ എടുത്ത് തരാവേ. എല്ലാരും നോക്കി നോക്കി നടക്കും. ഇവിടെയൊക്കെ കല്ലാണല്ലോ. സൂക്ഷിച്ചു പോണേ. അല്ല, നിനക്ക് എക്സാം ഉണ്ടെന്ന് പറഞ്ഞല്ലേ? ഇങ്ങോട്ട് നോക്കിയേ. അതൊക്കെ അങ്ങനെ. ഇപ്പൊ എന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. നീ നീ വരും. ഇങ്ങോട്ട് വന്നേ. സെൽഫി ഭ്രാന്തന്മാർ ഇവരെ കൂടെ വന്നത് തന്നെ എന്റെ തലവിധി. അല്ല, എല്ലാരും ഒന്ന് ചിരിച്ചേ. ഫേസ്ബുക്കിന്റെ ലൈവ് അല്ലേ പോകുന്നത്? എല്ലാരും നിങ്ങളൊന്ന് കാണട്ടെ. അവരെ മാത്രം പരിചയപ്പെടുത്തിയാ മതിയോ? ഞങ്ങളും സുന്ദരികളൊക്കെ തന്നെയാ. അല്ല പിന്നെ വീട്ടിലാണെ കീരിയും പാമ്പും പോലെ അടി ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും മുഴുവൻ സമയവും. ഇപ്പൊ കണ്ടോ, ചക്കര ഈച്ചയും പോരായി. ഇവനെ കൊണ്ട് തോറ്റു. അമ്മ, എനിക്ക് കാല് വേദനിക്കാൻ, നടക്കാനേ പറ്റുന്നില്ല. അമ്മേ, എനിക്കും കാലുവേദന. എന്നെ ഒന്ന് എടുത്തോണ്ട് പോവാ അമ്മേ. സൂക്ഷിച്ച് നടക്കണേ. ഇവിടെ പുലിയും ആനയും കാട്ടുപോത്തും ഒക്കെ ഉള്ളതാ, മനസ്സിലായ? മനുഷ്യന്റെ മണം പിടിച്ചിട്ടേ രാത്രിയിൽ അത് നമ്മുടെ അടുത്തേക്ക് വരുമെന്നാ പറഞ്ഞത്, കേട്ടാ? നാട്ടിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാറില്ലേ? എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഒരാഴ്ചക്ക് മുമ്പ് ഒരാളുടെ കഴുത്ത് കടിച്ചു പറിച്ച് ചോര കുടിച്ചിട്ട് പോയി. അത് കണ്ടിട്ട് നിങ്ങൾ മിണ്ടാതിരുന്നു. ആൾക്കാർ കൂടുതലുള്ള സമയത്തൊന്നും ഒരു മൃഗം അറ്റാക്ക് ചെയ്യില്ല ഡേവിഡ്. നമ്മൾ ഒറ്റയ്ക്കാണെന്ന് അതിന് തോന്നിയാൽ അത് അറ്റാക്ക് ചെയ്യൂ. എല്ലാരും സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടന്നോ. ഇരുട്ടുന്നതിന് മുമ്പ് പൂജ കഴിഞ്ഞ് തിരിച്ചു വരണം. നീ സീരിയസ് ആകല്ലേ? ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞത്. മോനെ, ഒരു കഥ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാട്ടുപന്നിയെ കുറിച്ച്. നിനക്കത് ശരിക്കും സൂട്ടാകും. കാട്ടിലാണ് ഷൂട്ടിംഗ് മുഴുവനും. പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ പറ. പടം പിടിക്കാൻ ഒരു 200 രൂപ മതിയാകുമോ? എന്ത് കുന്തമാണ് കാട്ടിനകത്തൊക്കെ ട്രിപ്പ്. ഈശ്വര, എങ്ങനെ അപ്പുറത്തേക്ക് കിടക്കുക? എല്ലാരും സൂക്ഷിച്ചും കണ്ടുമൊക്കെ വന്നോളിയും. ചിലപ്പോ വഴുക്കലുണ്ടാവും. നിങ്ങൾ പേടിക്കണ്ട ചേച്ചി, ഞാൻ കൂടെ ഉണ്ടല്ലോ. എന്തിനാ പേടിക്കുന്നത്? പന്നി, കാട്ടുപന്നിയെ തന്നെ മെരിക്കിയവനാ ഞാൻ. എന്താ മല്ലപ്പാ, നിന്നെ കണ്ട എല്ലാ കാട്ടുമൃഗങ്ങളും ഓടിക്കളഞ്ഞു. നോക്കി വരണേ, ഇവിടെ കുഴിയുള്ളതാ. പാറമട കാണും. ഞങ്ങൾക്ക് ഇതൊക്കെ നല്ല ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. ആദ്യമായിട്ടായതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാരും ഒന്നിനു പുറകെ ഒന്നായി കൈകോർത്ത് നടന്നാ മതി. കല്ലിന്റെ മേത്ത് കാല് വെക്കുമ്പോഴേ വഴുക്കും. തലതല്ലി പാറയിലെങ്ങാനും വീണ പിന്നെ നിങ്ങൾക്ക് ജീവിതകാലം എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. അയ്യോ, വന്നട്ടെ. ഇതൊക്കെ ഞാൻ എത്ര തവണ കടന്നതാ. വന്നേ. വെള്ളപ്പൊക്കം ഉള്ളപ്പോ പോയി ഞാൻ നീന്തി കിടന്നു. ഞാൻ പേടിച്ചിട്ടില്ലേ? നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? പേടിക്കേണ്ട ആവശ്യമില്ല. ഓ, താഴെ വീഴുമെന്നുള്ള പേടിയാ. എന്നോട് പിടിച്ചോ. ഓ, സിഗ്നലും കിട്ടുന്നില്ല, കോണും പോകുന്നില്ലല്ലോ. അളിയ, നിന്റെ ഗ്ലാസ് വന്നേ. ഇതിട്ടാ നല്ല ലുക്ക് ആയിരിക്കും. ഓ, എന്ത് ചെയ്യാ? അപ്പാ, എങ്ങനെയൊക്കെയോ എത്തി പറ്റി. എനിക്ക് പേടിയായിരുന്നു, പോകെ വെള്ളത്തിന്റെ ആഴം കൂടി വരുമോന്ന്. അല്ല, വെള്ളത്തിന്റെ ഒഴുക്ക് കുറവായതുകൊണ്ട് പേടിക്കാനില്ല. മഴക്കാലമാണെങ്കിൽ നമ്മൾ വിട്ടുപോയനെ. ഇവിടുന്ന് ഒരു ലൈവ് പോയാലോ? ആന്റി, സിഗ്നൽ ഇല്ലെന്ന് തോന്നുന്നു. ഓ, സോണെ നിനക്കെന്താ ഭ്രാന്തി പിടിച്ചോ? നീ കുറെ നേരമായല്ലോ ഈ ഫോണും വെച്ച് കളിക്കാൻ തുടങ്ങിയിട്ട്. വെറുതെ ടിക്ടാക്കിനകത്ത് പോയിട്ട് കാക്കയെ പോലെ ചിറക് അടിക്കേണ്ട വല്ല ആവശ്യം? അളിയാ, കാണാൻ കാക്കയെ പോലെ ഉണ്ടെങ്കിലേ കാണുമ്പോ മനസ്സിന്റെ അകത്ത് കിളിയായിട്ടാ തോന്നുള്ളൂ.
നീ എന്താ ഇപ്പോഴും അവൻ പറഞ്ഞ ആ കരടിയെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുക? അതിന് എന്തിനു വേണ്ടിയാടാ ഇങ്ങനെ പേടിക്കുന്നത്? എന്റെ ജീവൻ പണയം വെച്ചെങ്കിലും ഞാൻ നിന്റെ ജീവൻ രക്ഷിക്കില്ലേ? ഓഹോ, ബാത്റൂമിൽ പാറ്റയെ കണ്ടിട്ട് പേടിച്ചോടിയവനല്ലേ നീ? പിന്നെ ഈ കാട്ടുമൃഗങ്ങളെ കണ്ടിട്ടാ നീ പേടിക്കാത്തത്. അയ്യോ, നിന്റെ കാലിലൊരു അട്ട കടിച്ചിരിക്കുന്നു. പവിത്രേ, പവിത്രേ, എങ്ങോട്ടാ പോയേ? പവി, അവളെവിടെ? എടാ പവിത്ര ഇവിടെ പോയി നോക്ക്. പവിത്രേ, പവിത്രേ, പവി, നീ എവിടെയാ മോളെ ഉള്ളേ? പവിത്ര എവിടെയാ? ഇവള് എങ്ങോട്ടാ പോയത്? ഇവിടെ ഇനി എവിടെ പോയി അന്വേഷിക്കാനാ? അമ്മായി, നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട, ഞാൻ പോയി നോക്കിയിട്ട് വരാം. സൂക്ഷിച്ചു പോയി വാ മോനെ. പവിത്ര, പവി, പവിത്ര, പവി. നെറ്റ്വർക്കും കൂടിയില്ലേ? നീ വിഷമിക്കാതെ, അവളെ കിട്ടും. ഞാൻ വരുന്നില്ല, എക്സാം ഉണ്ടെന്ന് പറഞ്ഞത് അവള്. ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു വന്നതാ. എന്റെ മോളെ എവിടെ പോയോളാവോ? എന്താ കാര്യം? വിളിച്ചോണ്ട് വരുമ്പോ ഇതൊക്കെ ആലോചിക്കണ്ടായിരുന്നു. ചേട്ടാ, നിങ്ങളൊന്നും വിഷമിക്കാതിരിക്കെ. അവക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അഭി പോയിട്ടുണ്ടല്ലോ, എന്തായാലും വരും. ആന്റി, ഇങ്ങനെ നെഗറ്റീവായിട്ടൊന്നും ആലോചിക്കല്ലേ പ്ലീസ്. കുറച്ചു നേരം മിണ്ടാതിരിക്കുക. അവൾ തിരിച്ചു വരും. വാടി. എന്തിനാടി ഒച്ച വെക്കുന്നേ? പവിത്ര, ആരാണ് പറഞ്ഞത്? വാ വാ വാ. ഇടില്ലടാ ഞാൻ.
ധൈര്യടാ നിനക്ക്. അബി, നിനക്ക് ബുദ്ധി വല്ലതുണ്ടോ? ഞാൻ 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നെങ്കിൽ എന്തായനെ? അവിടെ നെറ്റ്വർക്ക് കിട്ടാത്തോണ്ട് ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വന്നതാ. ആ സമയം കൊണ്ട് തന്നെ അവൻ ഒന്ന് വിട്ടാലുണ്ടല്ലോ. അവളുടെ ഒരു മൊബൈൽ നെറ്റ്വർക്ക് നോക്കല് വല്ലതും പറ്റിയിരുന്നെങ്കിലേ അപ്പ അറിയായിരുന്നു. ശരി, വാ പോകാം. എന്തു പറ്റി? അതെന്താ ടാങ്ക് പകുതി ദിവസം നിർത്തിയത്? മുഴുവനും പറഞ്ഞൂടെ? താങ്ക് യു സോ മച്ച്. എന്തു പറ്റി? ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എനിക്കൊരു കാര്യം ചോദിക്കണം. ചോദിച്ചോട്ടെ? അതെന്താ? ചോദിക്കേ. ഓ, ഐ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുഴുവനായിട്ട് എന്താന്ന് വെച്ചാ പറയേ. ഐ ലവ് യു. I love you too. ഇളമാൻ പോലുള്ള പെണ്ണെ, ഇളനീർക്കനവിൽ വരൂ നീ, കാതിന്നോരം ചൊല്ലാം ഒരു കാതൽ പാട്ട് പാടു നീ. കവിതകൾ ചൊല്ലാം പെണ്ണെ, കവിളിൽ നുള്ളാം നിന്നെ, കനവിൽ നിന്നെ കൊണ്ട് ഞാൻ വാനിൽ ചെല്ലാം പെണ്ണേ. നീ എൻ കണ്ണല്ലോ, കണ്ണിൻ മണിയല്ലോ, എന്നും കാത്തിടാം നിൻ സ്നേഹം ഞാൻ. എൻ ജീവൻ നീ, എൻ വാങ്ങാളും നീ, എൻ ജീവൻ നീയല്ലോ, നീ വാഴും നീ. തോളിലേറ്റി കടൽ താണ്ടി പോയിടാം പെണ്ണെ, നിന്റെ അധരങ്ങൾ ഞാൻ എന്നെന്നും നുകർന്നിടാം. കവിതകൾ ചൊല്ലാം നിൻ കൂടെ, കവിളിൽ നുള്ളാം നിന്നെ, കനവിൽ നിന്നെ കണ്ടു ഞാൻ വാനിൽ ചെല്ലാം നാം. ഇളമാൻ പോലുള്ള പെണ്ണെ, ഇളനീർക്കനവിൽ വരൂ നീ, കാതിന്നോരം ചൊല്ലാം ഒരു കാതൽ പാട്ട് പെണ്ണെ, കവിതകൾ ചൊല്ലാം പെണ്ണെ, കവിളിൽ നുള്ളാം നിന്നെ, കനവിൽ നിന്നെ കൊണ്ട് ഞാൻ വാനിൽ ചെല്ലാം പെണ്ണെ.
സൂക്ഷിക്കാനായി എനിക്കായി നീ എഴുതാമോ? കവിതകൾ 100 എഴുതിയിടാം ഞാൻ നിനക്കായി. ഞാൻ എൻ സഖിയെ മനസ്സിൻ എന്നും സൂക്ഷിക്കാനായി എഴുതിയിടാം ഞാൻ സഖിയെ. കാടും മലയും പൂവുകളും നിനക്കായി മാത്രം ഞാൻ ചേർത്തു. ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇലവയിലായി നിന്നെ. ഇളമാൻ പോലുള്ള പെണ്ണെ ഇളനീർക്കനവിൽ വരൂ നീ. കാതിന്നോരം ചൊല്ലാം ഒരു കാതൽ പാട്ട് പാടു നീ. കവിതകൾ ചൊല്ലാം പെണ്ണെ കവിളിൽ നുള്ളാം നിന്നെ. കനവിൽ നിന്നെ കൊണ്ട് ഞാൻ വാനിൽ ചെല്ലാം പെണ്ണേ. ഇവിടെ ഉണ്ടല്ലോ നിന്റെ മൊബൈല്. അബി, ഈ വിഷയം ആരോടും പറയണ്ട, എല്ലാവർക്കും ടെൻഷൻ ആവും. ശരി. അങ്ങോട്ട് നോക്ക്. അബി അവള് ഒന്നിച്ചാ വന്നോണ്ടിരിക്കുന്നു. അങ്ങോട്ട് നോക്ക്. നിനക്കൊരു അല്പം പോലും ബുദ്ധിയില്ലേ പവിത്രേ? എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ആരുടെങ്കിലും പറഞ്ഞിട്ട് പോകണം. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വെറുതെ ശരി ശരി, കരയണ്ട. കാണാതെ പോയാള് തിരിച്ചു വന്നല്ലോ. ഇനി നമുക്ക് ഒരുപാട് പോകാനുള്ളതാ. മലയൊക്കെ കയറണം. ശരി ശരി, ആരും പേടിക്കണ്ട. ഞാൻ മുമ്പേ നടക്കാം. അപ്പൊ പ്രശ്നം തീരുവല്ലോ. എന്റെ പുറകെ അങ്ങോട്ട് പോവല്ലേ? ഇപ്പുറത്തോട് വാ. പന്നി ഉണ്ടാവും അവിടെ. ഇതിലേ വാ, ഇതിലേ വാ. കേട്ടില്ലേ മല്ലപ്പൻ പറയുന്നേ? അങ്ങോട്ട് പോയാ മതി. എല്ലാരും ഒന്ന് ആഞ്ഞു പിടിച്ച് നടക്ക്, എന്നാലേ വേഗം പണി കഴിഞ്ഞു പോരാൻ പറ്റൂ. സൂക്ഷിച്ച്. ഇവനാണെങ്കിൽ ആ കോലും പിടിച്ചോണ്ടാ നടക്കുള്ളൂ. കൈത, ഞാൻ പിടിക്കാൻ പോകുന്ന ഈ കയ്യെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും വിടില്ലെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പൊ നോക്കിക്കോ, കാണിച്ചു തരാവേ. കെയർഫുൾ. ഇനി ഒരുപാട് ദൂരമുണ്ട് കേറി പോവാൻ. എന്താ നീ ചെയ്യുന്നത്? സിറ്റുവേഷൻ സെറ്റ് ആയില്ലേ? അതാ ഒരു റൊമാൻറ്റിക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തോണ്ടിരുന്നത്. രോഹിത്തെ, ആ വീഡിയോ ആദ്യം ഡിലീറ്റ് ചെയ്യും. നോ വേ, ചാൻസ് ഇല്ല. പതുക്കെ പതുക്കെ പതുക്കെ. സൂക്ഷിച്ചു വരണേ, ഇവിടെയൊക്കെ മുഴുവൻ കല്ല. നോക്കി. ആ, ഞാൻ കാല് വെക്കുന്നിടത്ത് വെച്ചാ മതിയേ. സൂക്ഷിച്ച്. ഇതാണ് മൃത്യുഞ്ജയ സ്വാമിയുടെ കോവില്. ഇവിടെ പൂജാരിയായിട്ട് ആരുമില്ല. വരുന്നവർ തന്നെ പൂജിക്കുക, നേദിക്കുക, കഴിക്കുക, പോവുക. ദൈവം എനിക്ക് ഹൈറ്റ് തന്നില്ലെങ്കിലും ഈ സെൽഫി സ്റ്റിക്ക് തന്ന് എനിക്ക് നല്ല ഉപകാരം ചെയ്തിട്ടുണ്ട്. നമഃശിവായ. ഒരു കറക്റ്റ് പൊസിഷൻ കിട്ടുന്നില്ലല്ലോ. ഈവൻ വെറുതെ മൊബൈലും കയ്യിൽ വെച്ചോണ്ട് പ്രാന്തനെ പോലെ അലഞ്ഞോണ്ടിരിക്കുക. ഇതൊക്കെ ഇവിടേക്ക് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് വന്നാണോ അതോ ഇതാണോ നിങ്ങളുടെ കുലദൈവം?
ഞങ്ങളുടെ കുലദൈവമാണ് മല്ലപ്പ. മുത്തശ്ശന്റെ കാലം മുതലേ തൊഴുതുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ കുടുംബക്കോവില. ഓ, അപ്പൊ അത് നിങ്ങളുടെ കുടുംബക്കോവിലാണെങ്കിൽ പണ്ട് നിങ്ങൾ ഇവിടുത്തുകാരായിരുന്നിരിക്കണമല്ലോ. കുറെ നാൾ മുമ്പ് പണ്ട്. അതെ, ഞങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഇവിടെയാണ് ജീവിച്ചത്. അതോടൊപ്പം എന്റെ അച്ഛനും ഇവിടെയാണ് ജനിച്ചത്. പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം എല്ലാരും പോയി ബാംഗ്ലൂരിൽ എല്ലാവരും പെട്ടെന്ന് ഇങ്ങോട്ട് വാ, പൂജ തുടങ്ങാൻ പോവാ. ബിന്ദു, പൂജ തുടങ്ങാറായി. വേഗം വാ. മല്ലപ്പ, നിങ്ങളും വരൂ. അങ്ങോട്ട് പോ. സൂപ്പർ ആയിട്ടുണ്ട് ട്യൂൺ. ഇതിനു മുൻപ് ഈ ട്യൂൺ ഞാൻ കേട്ടിട്ടേ ഇല്ല. ഒരു പ്രോഗ്രാമിന് വായിച്ചിട്ടും ഇല്ലല്ലോ. പുതിയതാണോ ഇത്? ജസ്റ്റ് ഇപ്പോഴാ കമ്പോസ് ചെയ്തേ. സോ യു ആർ എ ഗ്രേറ്റ് മാൻ. ഞാൻ എത്ര ലക്കിയാണല്ലേ. എന്താ അങ്ങനെ പറഞ്ഞ? നമ്മൾ തമ്മിൽ കാണാൻ പറ്റിയതിന്, ഫ്രണ്ട്സ് ആവാൻ പറ്റിയതിന്, നിന്റെ ഒരു പ്രോഗ്രാം പോലും മിസ് ചെയ്യാതെ എനിക്ക് കാണാൻ പറ്റിയതിന്, അതിനും അപ്പുറം നീ എൻ്റെ ഫാമിലിയിലൊരു മെമ്പറിനെ പോലെ ആയതിന്, പിന്നെ അഭി പറഞ്ഞ ഉടനെ തന്നെ കുടുംബക്ഷേത്രത്തിലേക്ക് ഞങ്ങളോടൊപ്പം വന്നതിന് ഐ ആം സോ ലക്കി. ഞാനൊരു ലക്കി പേഴ്സൺ ആണെന്ന് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. മ്യൂസിക് എന്ന് വെച്ചാൽ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? വെറും മ്യൂസിക് മാത്രമല്ല, നിന്നെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. യെസ്, ഐ റിയലി ലവ് യു. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. എന്താ ഡേവിഡ് ഒന്ന് റിയാക്ട് ചെയ്യാതിരിക്കുന്നേ? എന്നെ ഇഷ്ടമല്ലേ അതോ ഞാൻ പറഞ്ഞു ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്കറിയാം ഡേവിഡ്, നീ വലിയൊരു മ്യൂസീഷ്യൻ ആണെന്ന്. ആയിരക്കണക്കിന് ഫാൻസ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൺകുട്ടികളും കാണുമല്ലോ അതില്. എത്രയോ സുന്ദരി കുട്ടികൾ നിന്റെ അടുത്ത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും എൻ്റെ പൊട്ടബുദ്ധിക്ക് എന്നെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. എൻ്റെ സ്നേഹം കൊണ്ട് നിന്നെ ഞാൻ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി.
സ്വർഗം തേടി നാം പോകുന്നു മ്യൂസിക് ബീറ്റോ ജാരാണിടാ എന്നെ ഞാനേ മറക്കുന്നു കരളിനുള്ളിലേരുളുമാഞ്ഞിട കടലിനുള്ളിലെ മുത്തെടുക്കാമിട ചിനി വാ നമുക്കൊരു സെൽഫി എടുക്കാം വാ എടി ഒന്ന് വാടി വേണ്ട. അവളുടെ ഒരു പന്ത് പോ ചേട്ടാ, ഈ സെൽഫിക്ക് മര്യാദ ഇല്ലേ? ഏയ് മമ്മി മമ്മി എന്താ മോളെ? അവിടേക്ക് പോകാമോ മമ്മി? എങ്ങോട്ടാ നിനക്ക് പോണ്ടേ? അവിടെയാ. അങ്ങോട്ടോ? അങ്ങോട്ടൊന്നും പോവാൻ പാടില്ല മോളെ. പ്ലീസ് മമ്മി, പോകാം നമുക്ക്. വേണ്ട മോളെ, അത് ഒരുപാട് ദൂരത്തല്ലേ ഉള്ളത്. പ്ലീസ് മമ്മി, പോകാമോ? വാശി പിടിച്ച അടി കിട്ടും നിനക്ക്. പറഞ്ഞ ഒന്നും നിനക്ക് മനസ്സിലാവില്ലേ? എന്തുപറ്റി? എന്തിനവള് കരയുന്നത്? ഇത് നോക്ക്, അവക്ക് ആ കാണുന്ന മലയിലേക്ക് പോണോന്ന് പറഞ്ഞ വാശി പിടിച്ച് കരയുന്നത്. ശരി, വരൂ പോകാന്നേ. ഇവിടെ വെറുതെ എന്നിട്ട് എന്താ ചെയ്യാൻ പോന്നേ? വേണ്ട വേണ്ട, ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കല്ലേ. ആ മലയിലേക്ക് പോകുന്നത് നമ്മൾ മരിക്കുന്നത് ഒന്നാ. അതിന് തയ്യാറാണെങ്കിൽ വെക്കോ. ഓ, പുറത്തു പോണ ചക്കേച്ചോ എനിക്കൊന്നും കൊടുത്തേച്ച് പോന്ന് പറയുന്ന പോലെ അല്ലേ? അത് കുഴപ്പമില്ല, ഇത് അതിനേക്കാളും വലിയ പ്രശ്നമാണ് മോനെ. ഇത് ജീവൻ പോണ കാര്യമല്ലേ. കുഞ്ഞു പറഞ്ഞു എന്ന് വെച്ച് നമ്മുടെ ജീവൻ നമ്മൾ തന്നെ കളയാൻ പാടണ്ട. ഏയ് മല്ലപ്പ, കണ്ടപ്പോ മുതൽ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക. അതിന് മാത്രം എന്താ അവിടെ? പ്രേതമുണ്ട്, ഭൂതമുണ്ട് അവിടെ. അങ്ങോട്ട് പോയവരാരും ഇതുവരെ തിരിച്ചു വന്നിട്ടേ ഇല്ല. അതെ മല്ലപ്പ, നിങ്ങളെ കൊണ്ട് പറ്റുവാണെങ്കിൽ വാ, അല്ലെങ്കിൽ നിങ്ങൾ വരണ്ട. വെറുതെ എന്തിനാ എല്ലാരെയും പേടിപ്പിക്കുന്നത്? ഇത് ഇന്റർനെറ്റ് ലോകമല്ലേ, കാലം വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോഴും വന്നിട്ട് പ്രേതം പോതെന്ന് പറഞ്ഞു പേടിപ്പിക്കുക. കാലം എത്ര വേണമെങ്കിലും വളരട്ടെ, പക്ഷെ നിങ്ങളിപ്പോ ദൈവത്തിനെ തൊഴാൻ വന്ന പോലെ അവിടെ പ്രേതവും ഭൂതവും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യവും സത്യമാണ്. അത് നിങ്ങൾ മറക്കണ്ട. ഇനിയെല്ലാം നിങ്ങളെ ഇഷ്ടം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. കുഞ്ഞും കുട്ടിയും കുടുംബമായിട്ടൊക്കെ പോകുന്നതാ. അബി, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അവൻ ഇത്രയും വന്നു തന്നെ അധിക ഷാഠ്യം പിടിച്ച് ചാവേണ്ട. പറയുന്നത് കേട്ടോ. ആ മലയിൽ പോകുന്ന കാര്യം വിട്ടിട്ട് നാട്ടിലേക്ക് പോവാൻ നോക്കാം. പിന്നെ അവള് തന്നെ അതങ്ങ് മറന്നോളും. അല്ല എന്താ നിങ്ങളൊക്കെ 2 മണിക്കൂറേ ഉള്ളൂ അയാളെ കണ്ടിട്ട്, അപ്പോഴത്തേക്ക് നിങ്ങൾ അയാളെ പോലെ മാറിയോ? എന്റെ മല്ലപ്പ, സൂര്യനെയും ചന്ദ്രനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പ്രേതങ്ങളെയും ഭൂതങ്ങളെയൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണ്ടേ? രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾ സൂര്യനെ കണ്ടിട്ടുണ്ടോ? സൂര്യന് പകരം നമ്മൾ ചന്ദ്രനെ കാണുന്നുണ്ടല്ലോ. നമ്മളിവിടെ ചന്ദ്രനെ കാണുന്ന സമയത്ത് വിദേശികള് സൂര്യനെയും കാണുന്നുണ്ട്. ശരിയാ, നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാ. ഏത് രാജ്യത്തായാലും എന്താ, ആ രാജ്യത്ത് ആരെങ്കിലും രാത്രിയിൽ സൂര്യനെ കണ്ടിട്ടുണ്ടോന്ന്? അതല്ല മല്ലപ്പ, ഇത്രയും ദൂരം ഇതിനു വേണ്ടി വന്നതല്ലേ. കുറച്ചു ദൂരം കൂടിയല്ലേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാന്നേ. കറക്റ്റാ പറഞ്ഞത്. അതല്ല, ഇത്രയും ദൂരം കൂടെ വന്നിട്ടേ പാതി വഴിയിൽ വിട്ടിട്ട് പോകുന്നത് ശരിയല്ല. നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു അതെനിക്ക് സംഭവിക്കട്ടെ. വാ, നമുക്ക് പോവാം. കം ഓൺ മല്ലപ്പ, നടക്ക് പോവാ. മുമ്പോട്ട് നോക്കി വാ കുട്ടി. ഈ ലോകത്തെ സയന്റിസ്റ്റ് എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അറിയാവോ മല്ലപ്പ? പക്ഷെ ഈ പ്രേതഭൂതമൊക്കെ ഉണ്ടോ ഇല്ലയോന്ന് ഇതുവരെ ആരും നോക്കില്ലല്ലേ. ഭൂമിയിൽ മനുഷ്യരും മറ്റു ജീവികളൊക്കെ ഉള്ളതുപോലെ പ്രേതങ്ങളും ഭൂതങ്ങളും ഒക്കെ ഉണ്ടെന്നേ. ഓ, നീ അങ്ങനെ ചോദിക്കണോ മല്ലപ്പ? മനുഷ്യൻ എന്ത് ചെയ്യും? പാവമൊന്നും അല്ല, മനുഷ്യന് ആർത്തിയാ, അത്യാഗ്രഹം. അതാണ് പ്രശ്നം. മനുഷ്യൻ പെട്ടെന്ന് താഴെ വീണ് ചത്താലേ പിന്നെ പിശാചായി ചുറ്റി തിരിഞ്ഞോണ്ടിരിക്കും.
പണ്ട് കാലത്ത് ജനങ്ങളൊക്കെ രാത്രി ചുറ്റിക്കൊണ്ടിരിക്കുമ്പോ പ്രേതമൊക്കെ നടുക്ക് വന്നിരുന്ന് ഡാൻസ് കളിക്കുമെന്നുള്ള പറഞ്ഞ സത്യവാ? ഡാൻസ് കളിച്ചതിനേക്കാളും ഉപദ്രവിച്ചതാണ് കൂടുതൽ. ഇത് വെറുതെ പറയുന്നതല്ല, എന്റെ മുതുമുത്തശ്ശന്മാരൊക്കെ പറഞ്ഞു കേട്ടതാ, ഉള്ളതാ. അപ്പൊ നിങ്ങളുടെ അച്ഛനും മുത്തച്ഛനും ഒക്കെ പ്രേതത്തിനെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ? ഞാനിതുവരെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ കണ്ടവരുടെ കാര്യം വലിയ കഷ്ടമാ. വീട് ആശുപത്രി, ആശുപത്രി വീട്, വീട് ആശുപത്രി, ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കണം. പിന്നെ അതിനെന്ത് പറ്റി? പണി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ആൾക്കാരെ പ്രേതങ്ങൾ വഴിയിൽ തടഞ്ഞു നിർത്തി അവരെ പിച്ച് ചീന്തി ചോര കുടിച്ച് ചണ്ടിയാക്കി വലിച്ചെറിയും. പിന്നെ കാലത്ത് മറ്റുള്ളവർ പണിക്ക് പോകുമ്പോ കാണും. പിന്നെ അവര് ചത്തില്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നാക്കും, അത്രേ ഉള്ളൂ. വഴിയിൽ പുലി നിൽക്കുന്നുണ്ടെന്നറിഞ്ഞാലും എങ്ങനെയെങ്കിലും നമുക്ക് മുന്നോട്ട് പോവാം. പക്ഷേങ്കിലേ പ്രേതം വഴിയിലുണ്ടെന്നറിഞ്ഞിട്ടും നമ്മൾ മുന്നോട്ട് പോയാ അന്നത്തോടെ അവന്റെ അവസാനമായി. അത് നിർത്തമല്ലപ്പാ, എന്തെങ്കിലും പറഞ്ഞ് എന്നെ പേടിപ്പിച്ചോണ്ടിരിക്കല്ലേ. ഈ പ്രേതകഥ വിട്ട് വേറെ എന്തെങ്കിലും ഒന്ന് പറ. അത് ശരി, പേടിയുണ്ടല്ലേ? ഇനിയിപ്പോ നീ വീണ് ചത്താലും പ്രേതം മല്ലപ്പാ, എന്റെ മരണത്തിനൊരു മര്യാദ ഇല്ലടോ. വാ വാ നോക്കാം. പവിത്ര, ഒരു മിനിറ്റ് ഇപ്പൊ വന്നേക്കാവേ. എന്തിനാ? വെറുതെ എന്തിനാന്നൊക്കെ ചെക്കന്മാരോട് ചോദിക്കരുത്. അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യാ. നീ മിണ്ടാതെ പോകുന്നുണ്ടോ? ഇപ്പൊ വന്നേക്കാം. എന്താടാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അപ്പൊ ഞാൻ ഒറ്റക്കേ ഉള്ളൂ. ഇപ്പൊ എന്റെ കൂടെ ആളുകളുണ്ട്. നിന്റെ കാര്യം ഞാൻ അപ്പോ അവളെ കൂട്ടിട്ട് പോകുമ്പോ നിന്നെ വെറുതെ അടിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പോ നിന്നെ അടിക്കാൻ വേണ്ടി ഞാൻ പ്രിപ്പയറായി വന്നിരിക്കുകയാണ്. അപ്പൊ എന്റെ അടി ഏത് റേഞ്ചിലായിരിക്കും നോക്കിക്കോ. ജെട്ടിയിട്ടിരിക്കുന്ന കുട്ടിയാടാ നീ അടിക്കുന്നൊന്ന് കാണാനല്ലോ. വാടാ. ഒരേ ഒരു മുണ്ട് നെഞ്ചത്തിട്ടോണ്ട് സ്വാതന്ത്ര്യമായി തന്ന മഹാത്മാഗാന്ധിയുടെ നാടാണിത്. ഉടുത്തിരിക്കുന്ന തുണി കണ്ട് തെറ്റിദ്ധരിക്കരുത്. പിന്നെ തുണി ഉടുക്കാൻ വേണ്ടി നിങ്ങളുണ്ടാവില്ല. എടാ, നീ ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് നിന്നിട്ട് ഞങ്ങളെ കുറിച്ച് തന്നെ തെറ്റായിട്ട് സംസാരിക്കാ? ട്രിവാൻഡ്രം, കൊച്ചി, കൊല്ലം, കോട്ടയം എവിടുന്ന് വന്നല്ല പ്രധാനം. ആരടിക്കുന്നു അതാണ് പ്രധാനം. ശബ്ദത്തെ കണ്ട് പേടിച്ചു ഓടുന്ന പട്ടിയാണെന്ന് വിചാരിച്ചോ? വേട്ടയാടുന്ന സിംഹമാണ്. നിന്നെ പോലെ ചെറ്റകളൊക്കെ എന്റെ കയ്യിൽ കിട്ടിയാലേ കൊന്നു കളഞ്ഞേക്കും. അവന്റെ പുരാണം എന്തിനാണ് കേട്ടോണ്ടിരിക്കുന്നത്? പോയി അടിക്കടാ. ഞാൻ വെച്ചിട്ടുണ്ടാ. ഈ മലയും കടന്ന് നീ എങ്ങനെ പോകുന്നു നോക്കട്ടെ. ഇവളിതെങ്ങോട്ടാ പോയത്? കാണാനില്ലല്ലോ. അതേ, പവിത്ര പുറകിലാ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണാനില്ല. കാണുന്നില്ലെന്നോ? ആ അതേന്നെ, അബി ഉണ്ടായിരുന്നു, അവനെയും കാണാനില്ല. എന്ത് കാരണവശാലും ഇവിടെ നടന്ന കാര്യത്തെക്കുറിച്ച് വീട്ടുകാരോട് പറയരുത്. ശരി, പറയില്ല. ശരി, വേഗം വാ. നമ്മളെ കണ്ടില്ലെങ്കിലേ പിന്നെ അവര് അതിനും പേടിക്കും. ശരി. കണ്ടില്ലടാ, ജോഡികൾ എത്തിക്കഴിഞ്ഞു. എന്തിനാ നിങ്ങൾ അങ്ങനെ നോക്കുന്നേ? ഓ, നീ ചെയ്ത പണിക്ക് നിനക്ക് പൊന്നാടയും കൂടെ അണിച്ച് നിനക്ക് വരവേൽപ്പ് എടുത്ത് ആര് വെച്ച് ചുറ്റുമെന്ന് വിചാരിച്ചോ? ഹോ, എന്താ അബി, ഒന്ന് വേഗം ഞങ്ങളുടെ കൂടെ വരാൻ പറ്റില്ലായിരുന്നോ? അത് പിന്നെ അമ്മായി വരുന്ന വഴിയിൽ പവിത്ര ഒരു പഴത്തിന്റെ ചെടി കണ്ടിരുന്നു. അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അതും കൂടെ സമയം വഴുകിപ്പോയത്. വീട്ടിൽ അവള് പഴമെന്ന് കേൾക്കുമ്പോഴേ ഛർദിക്കാൻ വരുന്നെന്ന് പറയുന്നവളാ. അങ്ങനെയുള്ളവളെ എന്ത് പഴത്തിനാ വാശി പിടിച്ചത്? ഏതോ ഒരു പഴം
കാട്ടിലുള്ള പഴം ഏതാന്ന് അവക്കറിയാവോ? എന്തായാലും ആള് തിരിച്ചെത്തിയില്ലേ, നീ മിണ്ടാതെ വാ. എനക്കെടുത്താനായിട്ട് അല്ല, ഞങ്ങള് വന്ന വഴി തന്നെയല്ലേ നിങ്ങളും വന്നേ? പിന്നെ ഞങ്ങള് കാണാത്ത പഴം നിങ്ങൾ എങ്ങനെയാ കണ്ടത്? രോഹിത്തെ, അതൊക്കെ നല്ലവന്മാരുടെ കണ്ണിലേ പെടൂ. നിന്നെ പോലെ ടിക്ടോക്ക് ചെയ്യുന്ന പ്രാന്തമാർക്കൊന്നും കാണാൻ പറ്റില്ല അത്. ടിക്ടോക്കിന് ഒരു മര്യാദയില്ലേ? എടാ ദൈവമേ, നിന്റെ കയ്യിൽ ഒരുപാട് ടാലൻസ് ഇല്ലേ? അത് വെച്ചോണ്ട് എല്ലാരെയും സന്തോഷിപ്പിക്കുക അല്ലാതെ വെറുതെ ഇങ്ങനെ മോന്തയും ഊർത്തി പിടിച്ച് നടക്കേണ്ട വല്ല കാര്യമുണ്ട് നിനക്ക്? ഇപ്പൊ എന്താ വേണ്ടേ? പോകുന്ന വഴിക്ക് നല്ല ജാളിയായിട്ട് ആട്ടവും പാട്ടവും കൊണ്ടാട്ടം ഇരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ നോക്ക് എന്റെ ടാലന്റ് എന്നാ. ഇവനെയൊക്കെ പ്രസവിക്കാൻ വേണ്ടി ഇവന്റെ അച്ഛനും അമ്മയും എത്ര അമ്പലങ്ങൾ കയറി ഇറങ്ങിയാവോ? എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ചിരുന്നോ? ഒന്ന് പതുക്കെ പോടാ അബി. പതുക്കെ. എന്ത് വലിയ വയറാ ചേട്ടാ ഇത്. ഇതിനു വേണ്ടി നിങ്ങൾ എന്ത് ഫുഡാ അങ്ങനെ കഴിക്കുന്നേ? പന്നിയിറച്ചി കഴിച്ചിട്ടാ ഞാൻ ഇത്രയും വണ്ണം വെച്ചതും ആരോഗ്യം വെച്ചതും. ഊതിയ കാറ്റത്ത് പറന്നു പോവും. നീയൊക്കെ എന്തിനാ മല കയറാൻ വന്നേ? അതുകൊണ്ടാണോ തന്നെ കാണാൻ കാട്ടുപോത്തിനെ പോലെ ഉള്ള ഒരു ഗുണവും ഇല്ലല്ലേ? ഡ്രൈവറെ, അമ്പലത്തിലെ മണി താഴെയല്ല മുകളിലാ തൂക്കിയിടുക. അയ്യോ എന്റെ മണി. എന്താ മല്ലപ്പ ഇത്? നമ്മൾ എവിടെ പോയാലും ഈ പൂച്ച കുറുക്കെ വീഴുന്ന പോലെ ഈ വെള്ളം വന്നോണ്ടിരിക്കുന്നേ. അല്ല, ഞങ്ങളെ നാട്ടിലോട്ട് അയക്കാനുള്ള പ്ലാൻ ഉണ്ടോ ഇല്ലയോ? ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ചെറിയ ചെറിയ കുട്ടികൾ പോലും ഇത് നീന്തി കിടന്നിട്ടുണ്ട്. എന്നിട്ടാണോ നിങ്ങള്? നോക്ക്, ഞാൻ മുമ്പേ നടക്കാം, നിങ്ങൾ എല്ലാവരും എന്റെ പുറകെ വന്നാൽ മതി. കല്ലിൽ പായലുണ്ടാവും, അത് നല്ലപോലെ വഴുക്കും. ഇടയ്ക്കിടയ്ക്ക് ഓരോ കുഴികളും ഉണ്ടാവും. എന്നാ തനിക്കും ആ കല്ലിനെ പോലെ ഉരുളാൻ മേലെ. ദൈവത്തെ കാണാൻ പോകുന്നതും ഈ അരുവി മുറിച്ച് കിടക്കുന്ന ഒരുപോലെ തന്നെയാണ് ദിവ്യ. നമ്മുടെ കഷ്ടങ്ങളെയൊക്കെ ദൈവത്തിനെ ഏൽപ്പിച്ചിട്ട് ശുദ്ധമായ മനസ്സോടുകൂടി ഈ അരുവി അങ്ങ് മുറിച്ചു കിടക്കുക. നമ്മൾ ഇതുവരെ ചെയ്ത പാപങ്ങളൊക്കെ ഈ വെള്ളത്തിലൂടെ അങ്ങ് ഒലിച്ചു പോട്ടെ. ജയ് മൃത്യുഞ്ജയ, ജയ് മൃത്യുഞ്ജയ, ജയ് മൃത്യുഞ്ജയ, ജയ് മൃത്യുഞ്ജയ, ജയ് മൃത്യുഞ്ജയ. വന്നോ എന്റെ പുറകെ വന്നോ. അല്ല, ഈ ഫോൺ എന്തിനാ അങ്ങനെ വടിയിൽ കെട്ടി വെച്ചിരിക്കുന്നത്? എപ്പോ നോക്കിയാലും പൊക്കി പിടിച്ചോണ്ട് നടക്കും. നീ കാല് വെക്കുന്നിടത്ത് എത്ര വെള്ളമാ ഉള്ളതെന്നൊന്ന് നോക്കിക്കേ. എന്തിനാ പവി ഇങ്ങനെ പേടിച്ച് വരുന്നേ? എന്നെ നോക്ക്, ഞാൻ എന്ത് ധൈര്യത്തിലാ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ? അതുകൊണ്ടാ പറയുന്നത്, ഒരാള് താഴെ വീഴുമ്പോ അവരെ നോക്കി കളിയാക്കാൻ പാടില്ലാന്ന്. പിന്നെ അത് നമുക്ക് തന്നെ നടക്കും, മനസ്സിലായാ? നട. നീ ടിക്ടോക്ക് പ്രാന്തനല്ലേ? എനിക്ക് 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് ടിക്ടോക്കില്. അറിയാവോ നിങ്ങൾക്ക്? എന്റെ മര്യാദ നിങ്ങൾക്ക് എങ്ങനെ അറിയും? ഓയ് ഗായ്സ്, എടാ അബി, കം ഫാസ്റ്റ് യാ. ഒന്ന് വാന്നേ. നീ വാ, അവര് വരും. അതെ മല്ലപ്പ, നീ ഇതിനു മുമ്പ് ഇവിടേക്ക് വന്നിട്ടുണ്ടോ? അത് ശരി, എന്തൊരു ചോദ്യം ഇത്. ഞാൻ ചെറുപ്പത്തിലെ ഒരു 100 തവണയെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. എന്താ ക്ഷീണായ നിനക്ക്? നടക്ക്. നിക്ക്, വരുവാ. അയ്യോ, എന്തു പറ്റി? എന്താ പറ്റിയത്? ഇങ്ങോട്ടൊന്ന് വാ. അയ്യോ, എന്തു പറ്റി? എന്താ പറ്റിയ സുഷ്മ? അയ്യോ ചേട്ടാ, എന്താ പറ്റിയത്? അറിയില്ല, പെട്ടെന്ന് അങ്ങ് ഇരുന്നു പോയി. ശ്വാസം മുട്ടുന്നുണ്ട് തോന്നുന്നു. പവി, ബാഗിൽ വെള്ളം ഇരിപ്പുണ്ട്, എടുത്തു കൊടുക്ക്. ശരി അമ്മ. അച്ഛാ, എന്ത് പറ്റി അച്ഛാ? കൈ തന്നേ. ഇങ്ങതാ ചേട്ടാ, ഇത് കുടിക്ക്. പതുക്കെ. എല്ലാരും ഒന്ന് മാറിക്കേ. കാറ്റ് കിട്ടട്ടെ. പേടിക്കട്ടെ, ഞാൻ വീശി തരാം.
നമ്മൾ ആ സൈഡിൽ നിന്ന് ഈ സൈഡിലോട്ട് വരാൻ പാടില്ല. അത് ശരി, അതാപ്പോ നന്നായി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഡ്രൈവറെ. എന്തായാലും നമ്മൾ ഇതിന് മെനക്കെട്ട് വന്നു. ഇനി കണ്ടിട്ട് പോവാം. ഇത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. അപ്പൊ ആരും ഒരു വാക്ക് കേട്ടില്ല. ഇനി പോകുന്ന വഴിയിലൊക്കെ എന്താ ഉള്ളതെന്ന് ആർക്കറിയാം. ദർശനത്തിന് വന്നാൽ അത് കഴിഞ്ഞ് തിരിച്ചു പോകണം. അതാ വേണ്ടത്. ശരി, പോട്ടെ. നമ്മുടെ രക്ഷകായിട്ട് ഭഗവാൻ കൂടെ ഉണ്ടാകും. അങ്കിൾ ഇപ്പൊ കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല, ശരിയായിട്ടുണ്ട്. നമുക്ക് പോകാം. പറഞ്ഞത് കേക്ക്. കുറച്ചു നേരം കൂടെ റെസ്റ്റ് എടുക്കാം. കുഴപ്പമില്ല ഡാർലിംഗ്, ഇത്രയും ദൂരം വന്നില്ലേ? എനിക്ക് കുറച്ച് ദൂരല്ലേ ഉള്ളൂ, ഒന്നും ആവില്ല. ഓക്കെ, ഐ ആം പെർഫെക്റ്റ്ലി ഓക്കെ. അങ്കിള് ശരി ശരി, പേടിക്കണ്ട, നടക്കേ. കുട്ടി അതുപോലെ ഇരിക്കുന്നു. എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാം. ബാബാ, എല്ലാവരും ലൈനിലിരിക്കേ, ലൈനിലിരിക്കൂ. ഒരുപാട് നന്നായിട്ടുണ്ടല്ലേ? What a beautiful location. പട്ടണത്തിൽ നിന്ന് വന്നവരെ ഈ കഴുതയെ കണ്ടിട്ട് എന്തൊരു ചിരിയാ ചിരിക്കണത്. വയറിളക്കം വന്ന് അപ്പിയിടുന്ന സ്ഥലത്ത് നിന്നുണ്ടായി ഒരു ഫോട്ടോ എടുക്കുന്നത്. ഇവരൊക്കെ ദൈവം തന്നെ രക്ഷിക്കട്ടെ. അവരതെങ്ങാനും കേൾക്കാൻ പോകും, മിണ്ടാണ്ടിരി. തന്റെ നല്ലതിന് വേണ്ടിയാ പറഞ്ഞത്. ശരി ശരി, നടക്കാനുള്ളത് നടക്കട്ടെ. എന്താ മല്ലപ്പ, എന്തോ പറഞ്ഞ പോലെ ഒന്നുമില്ല ഒന്നുമില്ല, ഞങ്ങൾ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക. അവിടെ നോക്കി എത്ര സുന്ദരായിട്ടുണ്ടല്ലേ. ഭംഗിയായിട്ടുണ്ടല്ലേ കാണാൻ. അതെ, ഇത് കണ്ടില്ലേ, നമുക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി പ്രകൃതി എന്തൊക്കെയാ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന്. ഇതുപോലുള്ള പല കാര്യങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പലരും പ്രയോജനപ്പെടുത്താതെ വെറുതെ പാഴാക്കിക്കൊണ്ടിരിക്കുക. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേടോ? അത് കണ്ടില്ലേ, ആ കോട്ട, മല, പുഴ, കായൽ, ഇതിങ്ങനെ എത്രയ്ക്കോ കാര്യങ്ങൾ പ്രകൃതി തന്നിരിക്കുന്നു. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നതേ ഇല്ല. എത്ര കോടികളുടെ ആസ്തി നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതുപോലൊരു മനസ്സുഖം നമുക്ക് കിട്ടുകയില്ല. ഇതെല്ലാം നമ്മൾ ശരിക്കും ആസ്വദിക്കേണ്ടതാണ്. അതിനും കൂടി ഉള്ളതാണ് ജീവിതം. ലൈറ്റ് പോകുമ്പോഴേക്കും വേഗം എടുക്ക. അല്ല, ഇവിടെ വേണ്ടെന്നേ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. വാ. ആ കോട്ടയിലല്ലേ? ആ കോട്ട തന്നെ, അടിപൊളിയായിരിക്കും. ശരി ശരി, മതി മലയപ്പ, ഒരുപാടായി. എന്നാ ശരി, എടാ ചെറുക്കാ, മരത്തിൽ നിന്ന് ഇറങ്ങാം, പോവാം.
ഓടിക്കോ. ഇവിടെ എന്തോ ഭൂമിക്കടിയിൽ അനങ്ങുന്നു. അതെ, ഇങ്ങോട്ടൊന്ന് വന്ന് നോക്ക്. എടാ രോഹിത്തെ, ഡേവിഡേ, ഇങ്ങ് വാ. എടാ നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഭൂമിയുടെ അടിയിൽ എന്തോ അനങ്ങുന്ന പോലെ. നോക്ക്. എനിക്ക് ഓടാൻ വയ്യ. ഞാൻ വന്നോളാം. നിക്കല്ലേ, വേഗം പോ. സൂക്ഷിച്ച് നോക്കി. അയ്യോ. അയ്യോ വയ്യ. സൂക്ഷിച്ച് ഇങ്ങനെ പതുക്കെ. അയ്യോ, എനിക്കിനി നടക്കാൻ വയ്യ. അയ്യോ, ഞാൻ ഇവിടെ ഇരിക്കുക. ഈ കാട്ടിൽ വന്നോണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാ. അയ്യോ, അമ്മാവാ, അച്ഛനെ എവിടെയും കാണുന്നില്ലല്ലോ. അഭി, നീ പെട്ടെന്ന് വിളിച്ചേ. രോഹിത്, നീ ഡേവിഡിന്റെ മൊബൈലിലേക്ക് ഒന്ന് വിളിച്ചേ. അച്ഛാ, നോട്ട് റീച്ചബിൾ എന്നാ വരുന്നേ.
നിക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. നിക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ അങ്ങോട്ട് കേറി പോയില്ലെന്ന്. അന്നേരം ആരും കേട്ടില്ലല്ലോ. എന്നാ പിന്നെ അനുഭവിച്ചോ. മല്ലപ്പ, നീ ഇവിടെ തന്നെ ഇരിക്കേ. ഇവരെ എല്ലാവരും നീ നോക്കിക്കോണം. എന്താ പറ്റിയെന്ന് ഞാൻ പോയി നോക്കിയിട്ട് വരാം. അബി, നീ എന്റെ കൂടെ വാ. അല്ല, നിങ്ങൾ രണ്ടുപേരും തിരിച്ചു വരുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? നമ്മളിപ്പോ പോയിട്ട് വന്ന സ്ഥലമായി അത്രയ്ക്ക് ഭീകരമാ. കാര്യങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ വെറുതെ ഓരോന്ന് ചെയ്യലേ. ജീവനോടെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങോട്ട് വരും. അതുവരെ നിങ്ങളൊന്ന് സമാധാനത്തോടെ ഇരിക്കണ്ടോ? ഇങ്ങനൊന്നും പറയരുത് മല്ലപ്പ. നീ പറയുന്ന പോലെ സംഭവിച്ചാൽ ഞങ്ങൾ നാട്ടിലേക്ക് പോ കുറെ ശവങ്ങളല്ലേ കൊണ്ടുവേണ്ടി വരിക. നിങ്ങൾ ശവം കൊണ്ടുപോയാലും ശരി, വേറെ എന്ത് കൊണ്ടുപോയാലും ശരി, അതെനിക്കറിയണ്ട. ഞാൻ ഇവിടുത്തെ ഭീകരാവസ്ഥ പറഞ്ഞതാ. ഇനിയും ഞാൻ നിങ്ങളുടെ കൂടെ നിന്നാ എന്റെ കാര്യവും പോക്കാ. ശവമായിട്ട് പോകേണ്ടി വരും. നിങ്ങൾ നിങ്ങളുടെ ഒരു കുലദൈവവും എന്ത് വേണേലും ചെയ്തോ. ഒരാള് പോലും വീട്ടിൽ തിരിച്ചെത്തില്ല, അതുറപ്പാ. എല്ലാരും സൂക്ഷിച്ചോ. എന്റെ മൃത്യുഞ്ജയ ഭഗവാനെ, എല്ലാരും രക്ഷിച്ചോണേ. ഇനി എന്താ ചെയ്യാ അമ്മാവ? തിരിച്ചു പോകാനുള്ള വഴി നോക്കാം. ചേട്ടാ, അപ്പൊ വിവേകോ? പിന്നെ ഡേവിഡ്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവന്റെ വിധി അങ്ങനെ ആയിരിക്കും എഴുതിയിരിക്കുന്നത്. വിട്ടേക്ക്. മല്ലപ്പൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നഷ്ടപ്പെട്ടു പോയ ആൾക്കാരെ അന്വേഷിക്കുന്നതിന് പകരം ഉള്ള ജീവനെ കൊണ്ട് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് പോകാനാണ് അയാൾ പറഞ്ഞത്. അതാണ് നല്ലതെന്ന് എനിക്കും തോന്നുന്നു. ചേട്ടാ, സുഷമ, നിന്റെ വേദനയും വിഷമവും എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇതുപോലൊരു അപകടം പിടിച്ച കാട്ടില് ജീവിതം ഇതിനായിട്ട് തുടങ്ങിയിട്ടില്ലാത്ത ഈ പിള്ളേരെയും വെച്ചുകൊണ്ട് റിസ്ക് എടുക്കാൻ നിൽക്കുന്ന അത്ര നല്ലതല്ല. എല്ലാരും എന്റെ കൂടെ വാ. ഹായ് ഫ്രണ്ട്സ്, രാവിലെ ഫേസ്ബുക്കിലത്തെ ലൈവിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിരുന്നില്ലേ, ഞാൻ പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കുടുംബക്ഷേത്രത്തിലോട്ട് പോവാണെന്ന്. ഇപ്പം എന്തിനു വേണ്ടിയാ ഇങ്ങോട്ട് വന്നതെന്ന് എല്ലാവരും വിഷമിക്കുകയാണ്. കാരണം എൻ്റെ അമ്മാവനും എൻ്റെ ഫ്രണ്ട് കാണാണ്ട് പോയി. അവരിതുവരെ തിരിച്ച് കിട്ടിയില്ല ഫ്രണ്ട്സ്. ഞങ്ങളിവിടെ വന്നത് വളരെ വലിയ തെറ്റായിപ്പോയി ഫ്രണ്ട്സ്. ഐ എം സോറി, എന്നെ കൊണ്ട് വയ്യ ഫ്രണ്ട്സ്. അതുകൊണ്ടാ പറ്റുന്നില്ല ഫ്രണ്ട്സ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഒരു ജീവന് ഒരു വാല്യൂ ഇല്ലേ? എന്താ ഇത്? അമ്മച്ചി, നന്നായിട്ട് വിശക്കുന്നു. വിശക്കുന്നെന്ന് പറയുന്നല്ലോ. ഞാനിപ്പോ ഇവൾക്ക് എന്താ കൊടുക്കുക? ഇന്നാ, ഇപ്പൊ ഇതേ കയ്യിലുള്ളൂ മോളെ. എനിക്കിതാ, എനിക്ക് വേണം. അയ്യോ, താഴെ പോയല്ലോ. ചേറി വീണല്ലോ ഈശ്വര. ഇനിയിപ്പോ ഇത് കഴുകിയിട്ട് കഴിക്കാം. വിശക്കുമല്ലേ? വെള്ളം ഉണ്ടല്ലോ. ദൈവത്തെ
സുഹൃത്തിനെ കാണാൻ വന്നിട്ട് ചെകുത്താനും മുന്നിൽ പെട്ട പോലായി നമ്മുടെ അവസ്ഥ. നഷ്ടപ്പെട്ട ജീവനുകളെ കുറിച്ച് ഓർത്തിട്ട് ഇനി യാതൊരു പ്രയോജനവുമില്ല. ഇവിടെ ഇപ്പൊ നമ്മുടെ ജീവനാണ് രക്ഷിക്കേണ്ടത്. ഇന്ന് നമ്മൾ എങ്ങനെയെങ്കിലും ഈ രാത്രി കടന്നു പോകണം. ഒരു ദുഷ്ടശക്തിക്ക് നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ സന്ധ്യാസമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് വരുന്ന അപകടത്തെ തടയാൻ കഴിയില്ല. ഓരോ നിമിഷവും ജീവനെ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നേരം വെളുക്കുന്നവരെ എല്ലാവരും ജീവനോടെ ഉണ്ടാവുന്ന എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? ജീവിക്കാനായിട്ട് ഗ്യാരണ്ടിയുടെ വാറണ്ടിയുടെ ആവശ്യമൊന്നുമില്ല അബി. വിശ്വാസം മാത്രം ഉണ്ടായാൽ മതി. ഇതുപോലെ ശക്തിയുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് നിനക്ക് എങ്ങനെ വിശ്വാസമുള്ളതായി? ആ വിശ്വാസത്തിലാണല്ലോ വന്നത്. എന്നിട്ടല്ലേ നമുക്കിപ്പോ 3 പേരെ നഷ്ടമായത്. ഇവിടെ ഇനിയും വിശ്വസിച്ച് വിട്ടികളാവാൻ വയ്യ. എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് പോകാം മാമ. നീ എന്താ ഈ പറയുന്നേ? നമുക്ക് ആ അരുവി കടന്നേ അപ്പുറത്തെത്താൻ കഴിയുള്ളൂ. അവിടെ വെച്ച് ആർക്കാണ് എന്താണ് സംഭവിക്കുന്നത് ഒന്നും പറയാൻ കഴിയില്ല. ഈ സന്ധ്യാസമയത്ത് നമ്മൾ എങ്ങോട്ടാ പോവുക? അതുകൊണ്ടാണ് ഞാൻ പറയുന്നേ, നമുക്ക് ഈ രാത്രി ഇവിടെ കഴിച്ചുവിടുന്നതാണ് സേഫ്. നാളെ നേരം വെളുക്കുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല. അയ്യോ ചേട്ടാ, ചേട്ടാ. എന്ത് പറ്റി ദിവ്യ? എന്താ വിളിച്ചേ? നിവിക്കുണ്ടല്ലോ. നിവിക്കെന്താ? എന്താന്നറിയില്ല, ഒന്ന് വന്ന് നോക്ക്. ഒന്നും പറ്റില്ല, പേടിക്കാതിരിക്കേ. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം കണ്ടപ്പോ ഇവക്ക് പേടിച്ചിട്ട് ചെറിയൊരു പനി വന്നതാ. നീ ടെൻഷൻ ആവാതെ ദിവ്യ, പനി പെട്ടെന്ന് മാറിക്കോളും. നമ്മുടെ കൂടെ ഭഗവാനുണ്ടല്ലോ. പവിത്രേ, കുറച്ച് വെള്ളം എടുത്ത മോളെ. ശരി അച്ഛാ. ദൈവിക ശക്തിക്ക് മുമ്പിൽ ഒരു ദുഷ്ടശക്തിക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കനവിൽ ഒരു നാളം പോൽ, കഥനം ഒരു നാദം പോൽ, കാണുന്നൊരോർമ്മ പോൽ യാത്രയായി മനസ്സുകളിൽ ഏതോ ഇഴപിരിയും നേരം. മഴമേഘം മാഞ്ഞുവാനം മാത്രമായി. വിധിയാരോ എഴുതുന്നു മതിയാവോളം, പറയാതെ പോകുന്നു മാലോകരും. ഏതോ മരീചിക തേടി യാത്ര തുടരുന്നെന്നും.
ദൈവങ്ങൾ പോലും കൈയൊഴിഞ്ഞാൽ എന്താകുമോ ഇനിയും? എന്തിനയോ തേടുന്നു നമ്മൾ എന്നും, ഉള്ളിൽ വ്യഥ നിറഞ്ഞിടുന്നു. മനമാകെ ഈ ഭൂമിയിൽ അലിഞ്ഞു ചേർന്ന നമ്മൾ എന്നും, ഈ ഗ്രാമം വെടിഞ്ഞങ്ങ് പല ദൂരങ്ങൾ പോയിടാനോ? വിധിയാരോ എഴുതുന്നു മതിയാവോളം, പറയാതെ പോകുന്നു മാലോകരും. ഏതോ മരീചിക തേടി യാത്ര തുടരുന്നെന്നും. ബിന്ദു, 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 എടി ബിന്ദു. അബി, അബി, അമ്മയ്ക്ക് ബാത്റൂമിൽ പോണോന്ന്. ശരി വരൂ. ആ അമ്മ. അമ്മയെ കാണുന്നില്ല. നമുക്ക് നോക്കാം. എല്ലാം തിരഞ്ഞു നോക്കി അമ്മ എവിടെയും കാണുന്നില്ല. എന്തിനാ അമ്മ ഇതൊക്കെ? നമ്മൾ എത്രയോ ദൂരത്തുനിന്നാണ് നമ്മുടെ കുലദൈവത്തെ തൊഴാൻ വേണ്ടി ഇത്രയും ദൂരം വന്നിരിക്കുന്നത്. പക്ഷെ ഈ ദൈവം തന്നെ നമുക്കൊരു പ്രശ്നമായല്ലോ. ഇതെന്ത് ന്യായമാണ്? അപ്പൊ ഈ നമ്മൾ ഈ റോഡിൽ കൂടി നടന്നു പോകുമ്പോ നമ്മൾ താഴെ വീഴില്ലെന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത്. എന്തായാലും ചില സമയത്ത് നമ്മൾ വീഴാറുണ്ട്. സോ ഇതും അതുപോലെയാണ്. നമ്മൾ ദർശനത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ ഉടൻ നമ്മൾ തിരിച്ചു പോകേണ്ടതായിരുന്നു. ഈ മല, കോട്ട, പുഴ എന്നൊക്കെ പറഞ്ഞേ നമ്മളല്ലേ ഇപ്പൊ പെട്ടുപോയിരിക്കുന്നത്. നീ തന്നെ പറ, ഇത് ദൈവത്തിന്റെ തെറ്റാണോ അതോ നമ്മുടെ തെറ്റാണോ? സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചിരിക്കുന്നു. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമുക്ക് നോക്കാം. എന്തിനേയും നേരിടാം. വാ, എത്രയും പെട്ടെന്ന് പോകാം. വാ ദിവ്യ, വാ പോകാം. ആ, ഞാനിതാ വരുന്നു.
നോക്കി മോളെ ഒന്ന് നിക്ക്. സാറേ, മാഡത്തിനെ കാണുന്നില്ല. അപ്പോഴേ പറയായിരുന്നില്ലേ? പോയിക്കാം. പവിത്ര, 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 പവിത്ര. സൂക്ഷിച്ചു വാടാ, കല്ലൊക്കെ വലുതാ, കാല് തട്ടി വീണ് കഴിഞ്ഞാൽ ചത്തുപോകും. എന്താടാ ഓരോ അടി കിട്ടുമ്പോ താഴെ വീഴുന്നേ? ഊക്കമുട്ട തിന്നാറില്ലേ? എഴുന്നേറ്റ് അടിക്കടാ അവനെ. അടി. ഇടുക്കവനെ വിട്. കുടുങ്ങിയടാ നീ ഇന്ന്. എന്നെ എന്താ ചെയ്യുന്നത് നോക്കിക്കോ.
എന്നെ അടിക്കാറായോ നീ? വിട്ടേക്കവനെ. ചേട്ടാ നിങ്ങൾക്ക് എന്തു പറ്റി? രക്ഷപ്പെട്ടു നീ. പവിത്ര, സ്വാമി, സ്വാമി രക്ഷിക്കണേ സ്വാമി, ഞങ്ങളെ രക്ഷിക്കണേ സ്വാമി.
ഭയപ്പെടേണ്ട, എനിക്കെല്ലാം അറിയാം. എന്തൊക്കെയാ നടക്കുന്നത് മനസ്സിലാവുന്നില്ല സ്വാമി. അച്ഛനും പോയി, അമ്മയും പോയി, എല്ലാവരും പോയി. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇനി ബാക്കി. ഞങ്ങളും മരിക്കുമെന്നാ വിചാരിച്ചേ. അപ്പോഴാ സ്വാമിയെ കാണാൻ പറ്റിയത്. ഭയപ്പെടേണ്ട, നദിക്കൊരവസാനമുണ്ടെങ്കിൽ ജനിച്ചാൽ ഒരിക്കൽ മരണവും ഉണ്ടാകും. നിങ്ങളുടെ അച്ഛൻ മരിച്ചതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകും. ആ വേർപാട് നമുക്ക് സഹിക്കില്ല. വളർത്തു നായ ചത്താൽ പോലും ഒരുപാട് വേദന അനുഭവിക്കുന്ന ഇന്നത്തെ മനുഷ്യന് വളർത്തി വലുതാക്കിയ സ്വന്തം അച്ഛനും അമ്മയും മരിക്കുമ്പോൾ അതികഠിനമായ വിഷമം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഈ രാക്ഷസനും. ദൈവശക്തിയേക്കാൾ താനാണ് ഉയർന്നവൻ, താനാണ് ഏറ്റവും ശക്തിയുള്ളവൻ, ദൈവശക്തിയേക്കാൾ വലിയവൻ താനാണ് എന്നൊക്കെ മനസ്സിൽ കരുതി 4 മഹാപൂജകൾ ചെയ്ത് അതോടൊപ്പം പല കർമ്മങ്ങൾ ചെയ്ത് മനുഷ്യരുടെ മേൽ ദുഷ്ടശക്തികളെ പായിച്ച് തന്റെ ആഗ്രഹം നടപ്പിലാക്കുന്നു. അവനെപ്പോലൊരു മഹാരാക്ഷസൻ 300 വർഷങ്ങൾക്ക് മുമ്പ് അത് ആ കാണുന്ന മലമുകളിൽ വസിച്ചിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് അവന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു പോന്നു. അങ്ങനെയിരിക്കെ അവന്റെ ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ 101 പേരെ ബലി കൊടുക്കണമെന്ന് ദുഷ്ടദേവത അവനെ അറിയിച്ചു. അവൻ അവിടെയുള്ള ജനങ്ങളെ ബലി കൊടുത്തു. ഇത് സഹിക്കാനാവാതെ രാജാവിനോട് ജനങ്ങൾ ചെന്ന് പരാതിപ്പെട്ടു. ജനങ്ങളുടെ കഷ്ടം മനസ്സിലാക്കി രാജാവും മന്ത്രിമാരും ചേർന്ന് മഹായോഗിയായ സ്വാമി ഋഷിയെ നേരിൽ ചെന്ന് കണ്ടു. ആ രാക്ഷസനെ നശിപ്പിക്കാനായി രാജാവ് ആ ആചാര്യനോട് കേണപേക്ഷിച്ചു. രാജാവിന്റെ അപേക്ഷ സ്വീകരിച്ച അദ്ദേഹം ആ രാക്ഷസനുമായി ഏറ്റുമുട്ടി അവസാനം ആ രാക്ഷസനെ വകവരുത്തി. അതിനുശേഷം ആ രാക്ഷസന്റെ ആത്മാവിനെ ദിഗ്ബന്ധനം ചെയ്തു. വരാനിരിക്കുന്ന നാളുകളിൽ വീണ്ടും ആ ആത്മാവിന് ശക്തി ലഭിച്ച് തന്റെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ തുനിയുമെന്ന കാരണത്താൽ ആ ദുഷ്ടശക്തിയെ നശിപ്പിക്കാനായി സാക്ഷാൽ പരമശിവന്റെ ശൂലത്തെ ഒരു ശിഷ്യന് നൽകി ജനങ്ങളെ സംരക്ഷിക്കണമെന്ന് ഉപദേശിച്ച് അനുഗ്രഹിച്ചു. ആ തൃശൂലം എൻ്റെ ഗുരു എനിക്ക് തന്നത് മഹാഭാഗ്യമാണ്. ഇപ്പോൾ അവൻ്റെ ആത്മാവിന് പുനർജന്മം കിട്ടിയിരിക്കുന്നു. ഇനി ആ ആത്മാവിൻ്റെ ശക്തി 10 മടങ്ങ് വർദ്ധിക്കുമെന്ന് ഞങ്ങളുടെ ഗുരുക്കന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അത് സംഭവിക്കാൻ പോവുകയാണ്, അതും ഇവിടെ വെച്ച്. കൂടാതെ നിങ്ങളോടൊപ്പം വന്നവർ ആ മലയിൽ കാലുവെച്ചയുടനെ നിങ്ങളിൽ ഒരാൾക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു പരിക്ക് മൂലം ഒരാളുടെ ചോര ആ മലയിൽ വീണു. കരയരുത്. നിങ്ങളുടെ ബന്ധുക്കളെ കാണാതായതിൽ എനിക്കും നല്ല വിഷമമുണ്ട്. അവർ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ പ്രശ്നങ്ങളും തീരാൻ അതാത് സമയങ്ങളിൽ പരിഹാര കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. എങ്കിലെല്ലാം ശുഭമാകും. ആ രാക്ഷസൻ തന്നെയാണ് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത്. അവരെ ഇതുവരെ ബലി കൊടുത്തിട്ടില്ല. അവരെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ കഠിന പ്രയത്നം ചെയ്യേണ്ടി വരും. ഇന്ന് രാത്രി ആ രാക്ഷസനൊരു മഹാപൂജ നടത്തുന്നുണ്ട്. അവൻ അവരെ ബലി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അവരെ എല്ലാവരെയും നമ്മൾ രക്ഷിക്കണം. ആരംഭം എന്നൊന്നുണ്ടെങ്കിൽ അവസാനവും ഉണ്ടാകും. ആ രാക്ഷസനെ വീണ്ടും ബന്ധിക്കാൻ ഈ മഹാമൃത്യുഞ്ജയ സ്വാമിയോട് പ്രാർത്ഥിക്കാം. ജയ് മൃത്യുഞ്ജയായ. സർവം ശിവമയം മൃത്യുഞ്ജയം. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം പൂർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം പൂർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. नीलकण्ठाय रुद्राय वीरभद्राय नमोऽस्तुते. कालाय कालगर्भाय कालज्ञानाय नमोऽस्तुते. वेदाय वेदब्रह्माय त्रयम्बकने नमोऽस्तुते. सर्वाय सर्वरूपाय सर्वेश्वराय नमोऽस्तुते. नीलकण्ठाय रुद्राय वीरभद्राय नमोऽस्तुते. कालाय कालगर्भाय कालज्ञानाय नमोऽस्तुते. वेदाय वेदब्रह्माय त्रयम्बकने नमोऽस्तुते.
त्रिलोचनाय त्रिनेत्राय नमोस्तुते आशुतोषाय त्रिलोचनाय त्रिनेत्राय नमोस्तुते भूतनाथाय भोलेनाथाय बहुरूपाय नमोस्तुते शिवाय शिवविशिष्टाय शिवरूपाय नमोस्तुते हरणाय पापहरणाय मृत्युञ्जयने नमोस्तुते सर्वं शिवमयं ॐ मृत्युञ्जयं ॐ सर्वं शिवमयं ॐ मृत्युञ्जयं ॐ सर्वं शिवमयं ॐ मृत्युञ्जयं ॐ सर्वं शिवमयं ॐ दुष्टशिक्षाय सर्वरक्षाय नीलाय नमोस्तुते दुष्टशिक्षाय सर्वरक्षाय नीलाय नमोस्तुते राजाय रुद्राय राजाधिपतये नमोस्तुते मङ्गलाय महाकाय महाविशेषाय नमोस्तुते भवभयहराय भूलोकनाथाय कैलासवासिये नमोस्तुते सर्वं शिवमयं मृत्युञ्जयं सर्वं शिवमयं मृत्युञ्जयं सर्वं शिवमयं मृत्युञ्जयं सर्वं शिवमयं ഞാൻ കണ്ടു, ഞാൻ എല്ലാം കണ്ടു. എവിടേക്കാ പോകുന്നത്? ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്തിനാണ് നീ മറഞ്ഞു നിന്ന് സംസാരിക്കുന്നത്? നീ എന്തൊക്കെ പൂജകളും ഹോമങ്ങളും ചെയ്താലും, ആ മൃത്യുഞ്ജയനെ എത്ര പ്രാർത്ഥിച്ചാലും ശരി, നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ആ മൃത്യുവിനെ ജയിച്ചു വന്നവനാ. നീ ഇവിടുന്ന് പോയിക്കോ. ഹേ ദുഷ്ട, മൃത്യുവിനെ ജയിക്കാൻ ഒരാൾക്കേ കഴിയൂ, ആ മൃത്യുഞ്ജയ സ്വാമിക്ക്. നിനക്ക് മൃത്യു നൽകാൻ ഞാനിതാ വന്നിട്ടുണ്ട്. വാ, നിന്നെ സംഹരിക്കാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല. നിന്നെ പോലെയുള്ള ഒരുപാട് സന്യാസിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? നീ ഞങ്ങൾക്ക് വെറും തുരുമ്പ് മാത്രമാണ്. തുരുമ്പോ? തുരുമ്പ് നീയാണോ ഞാനാണോ എന്ന് നോക്കാം. വാ ഇങ്ങോട്ട്. മറഞ്ഞു നിൽക്കാതെ ധൈര്യമായിട്ട് വാ. നിന്റെ കണ്ണുകൾക്ക് എന്നെ പോലും കാണാൻ കഴിയുന്നില്ല. എന്നെ ഇല്ലാതാക്കാൻ വന്നതാണോ നീ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഹേ നീജ, ഈ ഭൂലോകത്തിൽ ദൈവശക്തിയെ ജയിച്ച ഒരു ദുഷ്ടശക്തിയുമില്ല. നിന്റെ ശക്തി കാണിക്കേ, രാക്ഷസന്റെ ബലം കാണട്ടെ. ദൈവത്തിന്റെ ശക്തി ജയിക്കണമെങ്കിൽ ഇപ്പൊ നീ ഈ ദുഷ്ടന്റെ ശക്തി കണ്ടേ മതിയാകൂ. ഇന്ന് മുതൽ ഈ ലോകത്ത് ദുഷ്ടശക്തി മാത്രമേ ഉണ്ടാകൂ. അതിനെ ഞാൻ നിലനിർത്തും. എന്താ കാണണോ നിനക്ക്? ഹേ ദുഷ്ട, ഇത് നിന്റെ നാശത്തിനാണ്. എന്റെ കൈകൊണ്ടാണ് നിന്റെ മരണം.
സന്യാസി, എന്തു പറ്റി നിന്റെ ആ മൃത്യുഞ്ജയ പ്രാർത്ഥനയ്ക്ക്? വിളിക്ക് നിന്റെ ആ പൂജയിലേക്ക് ആ ദൈവത്തെ. 300 വർഷക്കാലം എന്നെ ബന്ധനസ്ഥനാക്കിയ ആ ദൈവത്തെ വിളിക്ക. നീ ഗുരുവേ എന്ന് വിളിക്ക. ആരാ നിന്നെ വന്ന് രക്ഷിക്കുന്നേന്ന് ഞാനൊന്ന് നോക്കട്ടെ. വിളിക്ക, വേഗം വിളിക്ക. ഇത്രയും വർഷക്കാലം നിന്റെ പൂർവികർ എന്നെ ബന്ധനസ്ഥനാക്കിയപ്പോ ഞാൻ എത്ര വേദനിച്ചു, എത്ര കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മാത്രമാണ് അറിയൂ. ഇത്രയും കാലം എന്നെ ബന്ധനസ്ഥനാക്കിയ ആ ശക്തി ഇപ്പൊ എവിടെ പോയി? അന്ന് നീ എന്നെ അടച്ചു വെക്കുമ്പോൾ എനിക്ക് അറിയാമായിരുന്നു എന്നെങ്കിലും ഒരു ദിവസം ഞാൻ മുക്തി നേടി പുറത്തേക്ക് വരുമെന്ന്. എന്നാൽ ഈ സമയത്ത് എനിക്ക് എന്റെ അപൂർവ ശക്തി തിരിച്ച് പിടിച്ചേ മതിയാകൂ. എന്നാൽ ഈ സമയത്ത് എന്നെ തടഞ്ഞ് നീ എന്റെ കാലടിയിലാണ്. ഇവിടെ കിടന്ന് നീ പെടഞ്ഞു പെടഞ്ഞു മരിക്കും. എവിടെ നിന്റെ ആ ത്രിശൂലം? ഇന്ന് നിന്റെ മരണം നിർണയിക്കപ്പെട്ടതാണ്. അബി, ബിന്ദു, എനിക്ക് എന്താ പറ്റിയ ബി? ഗുരുജി, നമ്മുടെ ആളുകൾ നിങ്ങളുടെ ആളുകളെ ആ മലയുടെ മുകളിൽ രാക്ഷസൻ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഈ ഭസ്മം അവരുടെ മേൽ വിതറി അവരെ തിരിച്ചു കൊണ്ടുവാ. നമസ്കാരം സ്വാമി. ഈ ലിംഗം നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് എന്നും പൂജിക്കണം. ആയുഷ്മാൻ ഭവ. പോയിട്ട് വരൂ. ഇനി എല്ലാ മംഗളങ്ങളും ഉണ്ടാകും.